How to maintain your spiritual life എന്ന വിഷയത്തെക്കുറിച്ചായിരുന്നു ഞാൻ പ്രസംഗിച്ചത്. शायद आप भूल जाए, फिर भी मैं नहीं भूल सकता हूँ, क्योंकि मैंने यहाँ पे ऐसे प्रचार किया था कि आपके मसीह के साथ में रिश्ते को अब कैसे हमेशा बनाए रखें. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യമായിരുന്നു കഴിഞ്ഞ ആഴ്ച നമ്മൾ പ്രസംഗിച്ചത്. कुलुसियों की पत्री 2 अध्याय उसके 6वें वचन को हमने पिछले हफ्ते में पढ़ा था. ഇന്നും അതിന്റെ ബാക്കിയായി പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. आज भी उसके बाकी के रूप में परमेश्वर के वचन से प्रचार करने के लिए पवित्र आत्मा चाहती है. നിങ്ങൾ എത്ര പേർ ദൈവത്തിന്റെ വചനം കേൾക്കാൻ റെഡിയാണ്? आप में से कितने लोग परमेश्वर के वचन को सुनने के लिए तैयार हैं? ചേർന്ന് ഹല്ലേലൂയ പറയാമോ? मिलके बोलेंगे हालेलुया. അനേകർ പ്രാർത്ഥന ചോദിച്ചത് അവരുടെ സ്പിരിച്വൽ ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി വേണമെന്ന വിഷയത്തോടുള്ള ബന്ധത്തിലാണ് അവർ പ്രാർത്ഥന ചോദിച്ചത്. अनेक लोगों ने प्रार्थना यूं मांगा था कि उनके आत्मिक जीवन में एक स्थिरता जरूरी है. എനിക്ക് ഭയങ്കര രസം തോന്നി. വിവിധ പ്രായത്തിലുള്ളവർ ഒരു വീട്ടിൽ നിന്ന് തന്നെ വിവിധ പ്രായത്തിലുള്ളവർ വിളിച്ച് പ്രാർത്ഥന ചോദിച്ചു. मैं बड़ा चकित हो गया, क्योंकि एक ही घर से विभिन्न उम्र के लोगों ने फोन करके बोला कि प्रार्थना करें. പരസ്പരം അറിയാതെ आपस में ना जानते हुए ആ വീട്ടിലെ വല്യപ്പച്ചൻ പ്രാർത്ഥന ചോദിച്ചു. उस घर के बुजुर्ग बाप ने प्रार्थना ആ मांगा. വീട്ടിലെ അപ്പൻ പ്രാർത്ഥന ചോദിച്ചു. उस घर के पिता ने प्रार्थना ആ मांगा. വീട്ടിലെ കൊച്ചുമകൾ പ്രാർത്ഥന ചോദിച്ചു. और उस घर के पोती ने प्रार्थना അപ്പൊ मांगा. എനിക്ക് മനസ്സിലായി ദൈവവചനം എത്ര ശക്തമായിട്ടാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. तब मुझे समझ में आया कि परमेश्वर का वचन कितना ताकतवर तौर पे उनके अंदर काम कर रहा है. 18 വയസ്സുള്ള മോൾക്കും 49 വയസ്സുള്ള അപ്പനും 72 വയസ്സുള്ള വല്യപ്പച്ചനും വേണ്ട ഒറ്റ കാര്യം സ്പിരിച്വൽ സ്റ്റെബിലിറ്റി. 18 साल की उम्र की पोती और 49 साल के उम्र के पिता और 72 साल के उम्र के एक बुजुर्ग बाप, ये सारे चाहते हैं कि आत्मिक स्थिरता. അപ്പൊ നിങ്ങൾ 3 പേരോട് ഞാൻ പറയാം, ഞങ്ങൾക്കും ഇന്ന് രാവിലെ വേണ്ടത് അത് തന്നെയാണ്. സ്പിരിച്വൽ സ്റ്റെബിലിറ്റിയാണ് ഞങ്ങൾക്കും വേണ്ടത്. आप तीनों से हम यही बोलते हैं कि हम भी वही चाहते हैं, आत्मिक स्थिरता. ഞങ്ങൾ ഇത് പ്രസംഗിക്കുമ്പോൾ ഞങ്ങൾ ഇതിനകത്ത് ഭയങ്കര സ്റ്റേബിൾ ആണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. हम जब इस बात को प्रचार कर रहे हैं तो आप कभी भी ऐसे गलतफहमी में ना आए कि हम लोग इसमें बड़े स्थिर हैं. ഞങ്ങളും ദൈവത്തിന്റെ വചനത്തിൽ കേട്ട് ദൈവത്തിന്റെ വചനത്തിൽ കൂടെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. हम भी परमेश्वर के वचन से सुनते हुए उसमें बढ़ रहे हैं. ആമേൻ. കർത്താവിന്റെ ആത്മാവ് ഇന്ന് രാവിലെ പറയാൻ നിങ്ങളോട് ആഗ്രഹിക്കുന്ന ആരംഭ വിഷയം, ഒരു സ്പിരിച്വൽ സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പിരിച്വൽ പാഷൻ ആവശ്യമാണ്. पवित्र आत्मा शुरुआत के समय में आपसे ये बता रहे हैं आज के दिन में कि अगर आपके जीवन में एक आत्मिक स्थिरता की जरूरत है तो आपके जीवन के अंदर एक आत्मिक जुनून की जरूरत है. पहले ഇതൊരു പ്രോസസ്സാണ്. ये एक काम है. ദൈവം എന്തിനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്? परमेश्वर ने हमें किस लिए बुलाया है? ദൈവം നമ്മളെ വിളിച്ചത് ഒരു ശുശ്രൂഷകനാകാൻ വേണ്ടിയല്ല. परमेश्वर ने हमें एक प्रचारक बनने के लिए, सेवक बनने के लिए नहीं बुलाया. ദൈവം നമ്മളെ വിളിച്ചത് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. परमेश्वर ने हमें उसके रूप के साथ, समानता के साथ हम एक बनने के लिए बुलाए हैं. ഞാൻ വീണ്ടും പറയാം, അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. मैं फिर से बताऊंगा कि उसके रूप के साथ, उसके रूप धारण करने के लिए प्रभु ने हमें बुलाया है. എല്ലാരും പറയുമോ അവന്റെ സ്വരൂപത്തോട് അനുരൂപമാവുക? सब लोग बोल सकते हैं उसके रूप के साथ समान बन जाएं. ഹല്ലേലൂയ. हालेलुया. അതാണ് നമ്മുടെ മുമ്പിൽ ദൈവം വെച്ചിരിക്കുന്ന ഗോൾ എന്ന് പറയുന്നത്. यही है परमेश्वर ने हमारे सामने रखा हुआ लक्ष्य. വേറെ ഒരു ലക്ഷ്യവും ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിട്ടില്ല. उसके अलावा परमेश्वर ने दूसरा कोई भी लक्ष्य हमारे सामने नहीं रखा है. നിങ്ങൾക്ക് അതിന് ആഗ്രഹമുണ്ടെങ്കിൽ വിവിധ സാഹചര്യങ്ങളിൽ കൂടെ നിന്നെ കയറ്റിവിട്ട് ദൈവം അവന്റെ സ്വരൂപത്തോട് നിങ്ങളെ അനുരൂപമാക്കിക്കൊണ്ടേയിരിക്കും. अगर आप उसके लिए चाहते हैं तो विभिन्न प्रकार के माहौल के अंदर से आपको लेके चल के उसके समानता के साथ आपको तैयार करते रहेंगे. ഹല്ലേലൂയ. വിവിധ സ്ഥലങ്ങളിൽ കൂടെ നമ്മളെ കയറ്റിവിട്ട് നമ്മളെ അവന്റെ സ്വരൂപത്തോട് അനുരൂപമാക്കിക്കൊണ്ടേയിരിക്കും. विभिन्न अनुभवों से हमें लेके चलते हुए हमें वह अपने समानता के जैसे बनाएगा. ദൈവത്തിന്റെ വചനം നമ്മളെ കേൾപ്പിച്ച് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാക്കും. परमेश्वर के वचन को हमें सुनाते हुए उसके समानता में हमें एक बनाएगा. മറ്റുള്ളവരുടെ ജീവിതത്തിൽ കൂടെ നമ്മളെ സ്വാധീനിച്ച് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാക്കും. दूसरों के जीवन के द्वारा हमें आकर्षित करके उसके समानता में हमें बनाएंगे. എന്നെ അങ്ങനെ ഒത്തിരി പേർ ആകർഷിച്ചിട്ടുണ്ട്. वैसे अनेक लोगों ने मुझे भी आकर्षित किए हैं. അവരുടെ ജീവിതം കണ്ടപ്പോൾ അവരെ പോലെ ആയി
തീരാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. मैंने कई बार ऐसे सोचा है कि जब दूसरों के जीवन को देखते हुए मुझे उनके समान बनना है. നമ്മളായിരിക്കുന്ന ലോക്കൽ ചർച്ചിൽ കൂടെ നമ്മളെ അവന്റെ സ്വരൂപത്തോട് അനുരൂപമാക്കും. हमारे स्थानीय कलीसिया के अंदर उसके द्वारा हमें प्रभु अपने समानता के जैसे बनाएगा. നല്ലതും മോശവുമായ സാഹചര്യത്തിൽ കൂടെ നമ്മളെ കയറ്റിവിട്ട് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാക്കും. भले और बुरे माहौल के अंदर से हमें लेके चल के उसकी समानता के जैसे हमें बनाएगा. നിന്റെ കഷ്ടതകളും നിന്റെ നല്ലതും നിന്റെ ഉയർച്ചകളും നിന്റെ താഴ്ചകളും നിന്റെ ആരോഗ്യങ്ങളും നിന്റെ രോഗങ്ങളും എല്ലാം നിന്നെ അവന്റെ സ്വരൂപത്തോട് അനുരൂപമാക്കുന്ന വർക്ക്ഷോപ്പുകളാണെന്ന് നിങ്ങൾ മറന്നു പോകരുത്. आप ये ना भूले कि आपके कष्ट, आपके सुख, आपके दुख, आपके आशीष, आपका सेहत, आपका बीमारी, ये सब कुछ आपको उसके समान बनाने का जगह है. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ പറയും, ഈ കൊറോണയുടെ ലോക്ക്ഡൌണും ഈ COVID-19 നമ്മളെ തകർക്കുകയല്ല, ഈ സാഹചര്യത്തിൽ കൂടെ നമ്മളെ കയറ്റിവിട്ട് അവന്റെ സ്വരൂപത്തോട് നമ്മളെ അനുരൂപമാക്കുകയാണ്. ऐसा है तो आज सुबह में मैं आपसे बोलूंगा कि ये कोरोना का जो लॉकडाउन है और कोविड-19 है, ये सब हमें बर्बाद नहीं कर रहा है, बल्कि हमें उसके समानता में एक बना रहा है. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചേർന്ന് ഹല്ലേലൂയ പറയാമോ? मिलके बोलेंगे हालेलुया. എങ്ങനെയാണ് നമുക്ക് ഈ സ്പിരിച്വൽ സ്റ്റെബിലിറ്റിയിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്നത്? तो कैसे है कि हम इस आत्मिक स्थिरता में प्रवेश कर सकते हैं? കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഞങ്ങളുടെ ലീഡേഴ്സ് ഗ്രൂപ്പിലെല്ലാം ഞാൻ ഈ വിഷയം തുടർമാനം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. पिछले दिनों में हमारे जो लीडर्स के अगुओं की जो ग्रुप है उसके अंदर यही विषय के बारे में हम बात कर रहे थे. അതിന് ആദ്യമായി ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞൊരു കാര്യം വീണ്ടും ഒന്നുകൂടെ ആവർത്തിക്കാം. उसके लिए पहली बार हमारे पिछले हफ्ते में मैंने जो बोला है वो मैं फिर से यहाँ पे बात करना ഒരു चाहूंगा. ആത്മീക സ്ഥിരത നിങ്ങൾക്കുണ്ടാകണമെങ്കിൽ നിങ്ങളുടെ പ്രയോറിറ്റി എപ്പോഴും കർത്താവായിരിക്കണം. अगर आपके जीवन में एक आत्मिक स्थिरता होनी है तो आपका पहला स्थान प्रभु होना है. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? पिछले हफ्ते में मैंने आपको बताया हुआ एक शब्द याद है. സാൽവേഷൻ ഫ്രീ ആണ്, പക്ഷെ ഡിസൈപ്പിൾഷിപ്പ് കോസ്റ്റ്ലി ആണ്. हमेशा उद्धार जो है मुफ्त है, बल्कि चेलापन जो है उसका कीमत होता है. യേശു ശിഷ്യത്വത്തെ കുറിച്ച് പഠിപ്പിച്ച ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഒരു വാക്യം ഞാൻ ഇപ്പോൾ വായിച്ചു കേൾപ്പിക്കാം. मैं यीशु मसीह ने चेलापन के बारे में सिखाया हुआ लूका रचित सुसमाचार के एक वचन को मैं यहाँ पे पढ़ के सुनाऊंगा. നിങ്ങൾ ചിലപ്പോൾ പറയാറുണ്ട്, എന്താ ഈ പാസ്റ്റർ ഇത്ര കട്ടിക്ക് ഞങ്ങളോട് പ്രസംഗിക്കുന്നതെന്ന്. आप शायद ऐसे बोलते होंगे कि पास्टर जी ऐसे क्यों कठोर हमसे प्रचार कर रहे हैं. ഞാനാണെങ്കിൽ ഈ ദിവസങ്ങളിൽ ഒരു പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഒക്കെ നിങ്ങളോട് പ്രസംഗിക്കാൻ വേണ്ടി ഞാൻ ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. मैं इन दिनों में आपके साथ एक भविष्यवाणी के संदेश को आपके साथ प्रचार करने के लिए मैं परमेश्वर से मांग रहा था. ബ്രേക്ക് ത്രൂ, नया शुरुआत, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ऐसे कई बातों को मैं मांग रहा था. പക്ഷെ കർത്താവ് എന്നോട് പറഞ്ഞത്, തൽക്കാലം ഇൻ ക്രൈസ്റ്റ് ഫാമിലിയോട് ബ്രേക്ക് ത്രൂവിനെ കുറിച്ച് ഒന്നും പറയണ്ട, അവർ എന്റെ സ്വരൂപത്തോട് അനുരൂപമാകാൻ മാത്രം പറയാൻ പറഞ്ഞു. प्रभु ने मुझसे ये बोला कि इन क्राइस्ट परिवार के साथ में ब्रेक थ्रू की नई शुरुआत के बारे में कुछ भी ना बोले, बल्कि वे मेरे समान बनने के लिए बोले. അപ്പം വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഒക്കെ ആകുമ്പോൾ എന്റെ മനസ്സിൽ ഞാൻ ദൈവത്തോട് ചോദിക്കും, കർത്താവ് ഇത്രയും കട്ടിക്ക് ഞാൻ ചർച്ചിനോട് എങ്ങനെ പഠിപ്പിക്കുന്നേ? गुरुवार शुक्रवार दिनों में मैं परमेश्वर से पूछता था कि प्रभु मैं कैसे कलीसिया को इतने कठोर वचनों को प्रचार करूंगा. കർത്താവ് എന്നോട് പറഞ്ഞത്, प्रभु ने मुझे बोला, അങ്ങനെയുള്ള വചനം കേൾക്കുന്നവർ മാത്രമാണ് നിന്റെ ഗ്രൂപ്പിൽ ഞാൻ ചേർത്ത് വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. അവർ വചനത്തെ സ്നേഹിക്കുന്നവരാണെന്ന് പറഞ്ഞു. तो प्रभु ने मुझे ऐसे बताया कि ऐसे वचनों को प्यार करने वाले, उनको मानने वाले लोगों को ही है जो मैंने तेरे ग्रुप के साथ में जोड़ के रखा है. ഞാനതങ്ങ് വിശ്വസിച്ചോട്ടെ? क्या मैं उसको विश्वास करूं? ഒരു കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയാമോ? हाथ उठा के एक हालेलुया बोलेंगे. യേശു പറഞ്ഞ ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. यीशु ने बोला एक वचन आपके ध्यान में लेके आता हूं. ലൂക്കോസിന്റെ സുവിശേഷം 14 അധ്യായത്തിന്റെ 25 മുതൽ 26 വരെയുള്ള വാക്യം. लूका रचित सुसमाचार उसके अध्याय 14 25 से लेके 26 तक के वचन. ആ വാക്യം ഒന്ന് വായിച്ചേ. ഏറിയ പുരുഷാരം അവനോടുകൂടെ പോകുമ്പോൾ അവൻ തിരിഞ്ഞ അവരോട് പറഞ്ഞത്, ഏറിയ ഒരു പുരുഷാരം ഇപ്പോ യേശുവിന്റെ കൂടെ ഉണ്ട്. एक बड़ी भीड़ अभी यीशु मसीह के साथ में, ലക്ഷക്കണക്കിനൊരു കൂട്ടം യേശുവിന്റെ കൂടെയുണ്ട്. लाखों लोगों का एक भीड़ प्रभु यीशु के साथ में है. ഇവർ വരുമ്പോൾ യേശു അവരോട് ഒരു കാര്യം പറയുകയാണ്. ये आते समय में प्रभु यीशु उनको ये बोल रहे हैं. എന്താ യേശു പറയുന്ന കാര്യം? എന്റെ അടുക്കൽ क्या बोल വരികയും रहे हैं? എന്റെ അടുക്കൽ വരികയും
അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവൻ എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. മതി മതി. यदि कोई मेरे पास आए और अपने पिता और माता और पत्नी और बच्चों और भाइयों और बहनों वरन अपने प्राण को भी अप्रिय न जाने तो वह मेरा चेला नहीं हो सकता. ഇത് മലയാളത്തിൽ വായിച്ച് നമ്മുടെ ബിജു ബ്രദറാണ്. ये जो वचन मलयालम में पढ़े हैं हमारे बिजू भाई हैं. ബിജു ഭായി ആ വാക്യം വായിച്ചിട്ട് എന്നെ ഒരു നോട്ടം നോക്കി. बिजू भाई ये वचन को पढ़ने के बाद में मुझे एक बार देखे. എന്താ പാസ്റ്ററെ പറയുന്നേ? पास्टर जी आप ये क्या बोल रहे हैं? അടുത്ത ആഴ്ച അദ്ദേഹം ഒരു പിതാവായിരിക്കാൻ ആഗ്രഹിച്ചിരിക്കുകയാണ്. अगले हफ्ते में वे एक पिता बनने के इंतजार में बैठे हुए हैं. ബൈബിൾ പറയുന്നു ഭാര്യയും മക്കളെ എല്ലാം ഉപേക്ഷിക്കണമെന്ന്. बाइबल कहती है बल्कि की पत्नी को और बच्चों को सबको छोड़ दे. എന്റെ കൂടിരിക്കുന്ന ഈ അഭിലാഷിന് വൈഫുണ്ട്, ഒരു കുഞ്ഞുണ്ട്, കൊച്ചു കുഞ്ഞാണ്. यहाँ पे मेरे साथ में बैठे हुए अभिलाष को पत्नी है और एक छोटी सी बच्ची भी है. എന്റെ പപ്പായും മമ്മിയും എന്റെ രണ്ട് കുഞ്ഞുങ്ങളും വൈഫും കേട്ടോണ്ടിരിക്കുകയാണ്. और मेरे पापा मेरी मम्मी मेरी पत्नी और मेरे 2 बच्चे सुन रहे हैं अभी. പക്ഷെ ബൈബിൾ പറയുന്നു बल्कि बाइबल कहती है ഇവരെ എല്ലാം പകയ്ക്കാത്തവൻ എന്റെ ശിഷ്യനാകാൻ പറ്റത്തില്ല. ये सारे लोगों को अप्रिय न जानने वाले व्यक्ति कभी भी मेरा चेला नहीं बन सकता. നിങ്ങളുടെ ചിലരുടെ നോട്ടം ഞാൻ ഈ സൂം മീറ്റിംഗിൽ കൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. आप में से कुछ लोगों के देखने का तरीका मैं इस जूम मीटिंग के अंदर में देख रहा हूँ. ഞാൻ ദൈവത്തോട് ചോദിച്ചു എന്താ ഇതിന്റെ അർത്ഥം? मैं प्रभु से पूछा कि प्रभु इसका मतलब क्या है? എന്റെ ഭാര്യയെയും മക്കളെയും ഉപേക്ഷിക്കണമെന്നാണോ? क्या इसका मतलब यूं है कि मैं मेरी पत्नी और बच्चों को छोड़ दूं? കർത്താവിനോട് പറഞ്ഞ അതല്ലേ അതിന്റെ അർത്ഥം. प्रभु ने मुझे बोला वो नहीं है उसका പിന്നെ मतलब. എന്താ കർത്താവ് അങ്ങോട്ട് ഉദ്ദേശിക്കുന്നത്? तो मैंने पूछा कि प्रभु तू यहाँ पे क्या मतलब എന്നോട് देता है? പരിശുദ്ധാത്മ പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറയാം. पवित्र आत्मा ने मुझे यूं बताया. ഒരു ദിവസം രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ എന്റെ മുമ്പിൽ ഏറ്റവും അധികം കാണുന്ന ഒബ്ജക്റ്റുകൾ ഇവരാണ്, അല്ലെങ്കിൽ പേഴ്സണാലിറ്റീസ് ഇവരാണ്. हाँ, एक दिन सुबह में जब मैं नींद से उठता हूँ तो सबसे पहले सबसे ज्यादा देखने वाले व्यक्तियां ये हैं. ഞാൻ ഏറ്റവും അധികം ഡീൽ ചെയ്യുന്നത് എന്റെ ഭാര്യ, എന്റെ കുഞ്ഞുങ്ങൾ, എന്റെ സഹോദരന്മാർ, എന്റെ സഹോദരിമാർ, എന്റെ അപ്പൻ, എന്റെ അമ്മ. मैं सबसे ज्यादा व्यवहार करने वाले लोग जो हैं वो मेरी पत्नी मेरे बच्चे मेरे माँ बाप मेरे भाई बहन लोग हैं. പക്ഷെ ദൈവം എന്നോട് പറഞ്ഞത് बल्कि प्रभु ने मुझे कहा ഇതാണ് നീ ഏറ്റവും അധികം ഡീൽ ചെയ്യുന്ന സാധനം. ये है जो तू हमेशा ज्यादा व्यवहार करने वाले लोग. അവരെ ഡീൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സമയം നീ ഞാനുമായിട്ടൊരു ഡീലിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ നിനക്ക് എന്റെ ശിഷ്യനായിരിക്കാൻ പറ്റൂ. उनके साथ तू व्यवहार करने वाले समय से ज्यादा अधिक समय तू मेरे साथ बिताने से ही तू मेरा चेला बन सकता है. ചേർന്നൊരു ഹല്ലേലൂയ പറയാമോ? मिलके बोल सकते हैं हालेलुया. ഇതൊരു വില കൊടുത്ത ക്രിസ്തീയ ജീവിതമാണ് പ്രിയപ്പെട്ടവരെ. मसीह जीवन एक कीमत चुकाने वाला जीवन है मेरे प्रियो. ഈ ദൂത് കേട്ടിട്ട് ദയവായിട്ട് ഭർത്താവിന് ആരും ചോറ് വെച്ച് കൊടുക്കാതിരിക്കരുത്. ये वचन को सुनने के बाद में दया करके कृपा करके अपने पति को रोटी बनाना चावल बनाना बंद ना करें. പ്രിൻസി ആന്റി കേൾക്കുന്നുണ്ടോ? आप क्या सुन रही हैं प्रिंसी बहन जी? എനിക്ക് വിളിക്കാൻ പറ്റുന്നവരുടെ പേരല്ലേ വിളിക്കാൻ പറ്റത്തുള്ളൂ. कुछ लोगों का नाम जो मैं बुला सकता हूँ उन्हीं लोगों का नाम पुकार पा रहा हूँ. ആ സുനിച്ചാനെ നോക്കണ്ടെന്നല്ല ഞാൻ ഈ പറഞ്ഞത്. मेरा बोलने का मतलब ये नहीं है कि सुनी भाई अपने पति को देखभाल ना करे, എന്നാൽ കർത്താവ് നമ്മളുടെ പ്രയോറിറ്റി ആയി മാറണം. बल्कि हमारा प्रभु यीशु मसीह हमारा पहला स्थान बने. നിന്റെ ജീവിതത്തിൽ നീ എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന വസ്തുക്കളെക്കാൾ പ്രയോറിറ്റി എന്ന് കർത്താവായി നിനക്ക് തീരുമോ അന്ന് നിന്റെ സ്പിരിച്വൽ ലൈഫ് ഒരു സ്റ്റേബിൾ ആയി തീരാനിടയായി തീരും. आपके जीवन में रोज आप देखने वाले बातों से बढ़कर आपका पहला स्थान अगर जब जिस दिन प्रभु यीशु बनेगा तब आप उसके चेला बन सकते ഞാൻ हैं. കർത്താവിനോട് ചോദിച്ചു, കർത്താവേ അതിന് എങ്ങനെയാ പറ്റുന്നേ? तब मैंने प्रभु से पूछा कि ये कैसे हो सकता है प्रभु. എന്റെ ഒരു വിസ്ഡം നിന്റെ മേൽ വീണാൽ, मेरी बुद्धि अगर तेरे ऊपर गिर जाए, നിന്റെ ആത്മീയ ജീവിതത്തിൽ ഭാര്യയോ മക്കളോ ജോലിയോ കാറോ വീടോ കോവിഡോ പനിയോ ക്യാൻസറോ ഒന്നും ബാധിക്കാതെ നിന്റെ സ്പിരിച്വൽ ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി തരാൻ ഞാൻ നിന്റെ മേൽ പകരുന്ന വചന വെളിപ്പാടിന് കഴിയുമെന്ന് പറഞ്ഞു. अगर ऐसा है तो आपकी पत्नी आपके भाई बहन आपका घर आपकी गाड़ी कोविड बुखार या कैंसर कुछ भी आपके जीवन में ना छूते हुए उससे बड़े एक आत्मिक जीवन को चलाने के लिए आत्मिक प्रकाशन को मैं तेरे ऊपर दूंगा. ഹാനോക്ക് ദൈവത്തിന്റെ കൂടെ നടന്നപ്പോൾ അവന് ഭാര്യ ഉണ്ടായിരുന്നു, മക്കൾ ഉണ്ടായിരുന്നു. हानूक जब प्रभु के साथ चले वो समय में उनको पत्नी थी उनके बच्चे भी थे. ദാവീദ് ദൈവത്തിന്റെ കൂടെ നടന്നപ്പോൾ അവൻ ഒരു വലിയ രാജ്യത്തിന്റെ രാജാവായിരുന്നു. जब दाऊद परमेश्वर के संग संग चल रहे थे वो समय में वे एक बड़े देश के अधिकारी राजा थे. മോശ
ആമേൻ ദൈവത്തിന്റെ ആമേൻ കൂടെ നടന്നപ്പോൾ 40 ലക്ഷം അവന്റെ ചർച്ചിൽ 40 ലക്ഷത്തിന്റെ പാസ്റ്റർ ആയിരുന്നു അവൻ. जब मूसा परमेश्वर के संग संग चले तो वो समय में उनके कलीसिया के अंग जो है वो 40 लाख लोग थे. ഇതെങ്ങനെ സാധിച്ചു? ये कैसे हो पाया? ദൈവം പറയും, എന്റെ ഒരു വിസ്ഡം, എന്റെ ഒരു ജ്ഞാനം ഞാൻ നിന്റെ മേൽ പകർന്നാൽ നിനക്ക് കുടുംബവും ആമേൻ ബിസിനസ്സും വിദ്യാഭ്യാസവും അതിന്റെ മേൽ അതിന്റെ കൂട്ടത്തിൽ നിന്റെ ആത്മീയ ജീവിതവും ഒരു സ്റ്റേബിൾ ആയി കൊണ്ടുപോകാൻ നിനക്ക് പറ്റും. अगर मैं मेरी बुद्धि को तेरे ऊपर उंडेल दूं तो तेरे बिजनेस को, तेरी पत्नी को, तेरे परिवार को, तेरे सारे चीजों को उसके साथ में स्थायी तौर पे आगे बढ़ा सकेगा तू. എത്ര പേര് രാവിലെ അങ്ങനെ ഒരു വിസ്ഡം ദൈവത്തോട് ചോദിക്കുന്നുണ്ട്? कितने लोग आज सुबह में ऐसा एक बुद्धि को परमेश्वर से ഞാൻ मांग रहे हैं. ഉറപ്പായിട്ട് പറയാം, ഇന്ന് പകൽ അങ്ങനെ ഒരു പകർച്ച നിങ്ങളുടെ മേൽ നടക്കാൻ പോവുകയാണ്. मैं आपसे ऐसे जरूर बताऊंगा कि वैसा एक आत्मिक उंडेलने का अनुभव आपके जीवन में होने वाला है. നിന്റെ ബിസിനസിന്റെ കയറ്റങ്ങളും ഇറക്കങ്ങളും നിന്റെ ആത്മീയ ജീവിതത്തെ ബാധിക്കത്തില്ല. आपके बिजनेस का जो चढ़ाव है, उतार है, वो आत्मिक जीवन को कभी भी नहीं छू നിന്റെ पाएगा. പേഴ്സിന്റെ കനവും കുറയുന്നതും നിന്റെ ആത്മീയ ജീവിതത്തെ ബാധിക്കത്തില്ല. आपके बटुआ बड़ा होना या छोटा होना ये कुछ भी आपके आत्मिक जीवन को छू नहीं सकता. നിന്റെ ആരോഗ്യവും നിന്റെ രോഗവും നിന്റെ ആത്മീയ ജീവിതത്തെ ബാധിക്കത്തില്ല. आपका सेहत और आपकी बीमारी ये कुछ भी आपके आत्मिक जीवन को छू नहीं सकता है. എത്ര പേര് പകൽ അങ്ങനെ ഒരു പകർച്ച കൊതിക്കുന്നുണ്ട്? आप में से कितने लोग आज ऐसे एक आत्मिक उंडेलने का अनुभव को मांग रहे ഈ हैं? പകൽ അങ്ങനെ ഒരു പകർച്ചയ്ക്കായി ഞാൻ പ്രാർത്ഥിക്കും. ആമേൻ ദൈവത്തിന്റെ ആത്മാവ് ഒരു സ്റ്റേബിൾ ആയ ക്രിസ്ത്യൻ ലൈഫ് നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. आज सुबह में ऐसे एक आत्मिक उंडेलने का अनुभव के लिए मैं प्रार्थना करूंगा. परमेश्वर आपके जीवन में स्थायी तौर पे वो देगा. എന്തുകൊണ്ടാണ് നമുക്ക് ആത്മീയ സ്ഥിരതയില്ലാത്തത്? क्यों हमारे जीवन में आत्मिक स्थिरता नहीं है? നമ്മുടെ മുൻഗണനകളുടെ ക്രമത്തിൽ ക്രിസ്തു ഒത്തിരി പുറകിലാണ്. हमारे पहले स्थान के जो लिस्ट है उसके अनुसार मसीह सबसे पीछे है. अभी നമ്മുടെ ആത്മീയത നമ്മുടെ മുൻഗണനകളുടെ ലിസ്റ്റിൽ ഒന്നുമില്ല. आप हमारे आत्मिक जीवन जो है हमारे पहले स्थान के जो लिस्ट के आंकड़े के अनुसार हम सबसे पीछे हैं. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, मैं आपसे सवाल करता हूं, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രയോറിറ്റികൾ ഒരു 10 ഇന്ന് രാവിലെ എഴുതിയൊന്ന് എനിക്ക് വാട്സപ്പ് ചെയ്ത്. आपके जीवन के पहले स्थान के अनुसार आपके जीवन के विषयों को लिस्ट बना के पहले 10 चीजों को मेरे मोबाइल फोन में व्हाट्सएप करिए. ചില ആളുകൾ പറയും, പാസ്റ്ററെ കല്യാണം നടക്കണം. कुछ लोग बोलेंगे पास्टर जी मेरी शादी होनी है. ചില ആളുകൾ പറയുന്നത് ബിസിനസ് ഒന്ന് ശരിയാകണം. कुछ बोलते हैं कि मेरे व्यापार ठीक होना है. ചില ആളുകൾ പറയും എന്റെ ആ വാഹനത്തിന്റെ ലോൺ ഒന്ന് മാറി കിട്ടണം. कुछ लोग बोलते हैं कि मेरी गाड़ी का लोन हट जाए. ആമേൻ അതെല്ലാം നമ്മുടെ പ്രയോറിറ്റിയുടെ ലിസ്റ്റിനകത്തുള്ളതാണ്. वो सब हमारे उस आंकड़े के अनुसार उस लिस्ट के अंदर है. എന്നാൽ ചില ആളുകൾ ഇതിനകത്ത് എഴുതും, बल्कि इसके अंदर कुछ लोग ऐसे लिखेंगे എനിക്ക് ആത്മാവിൽ വളരണം, मुझे आत्मा में बढ़ना है, എനിക്ക് കുറെ കൂടെ കർത്താവിനെ അറിയണം. मुझे थोड़ा और प्रभु को जानना है. അങ്ങനെ എഴുതുവാൻ നിനക്ക് പറ്റുന്നെങ്കിൽ നിന്റെ ആത്മീക ജീവിതത്തെ തോൽപ്പിക്കാൻ നിന്റെ സാഹചര്യങ്ങൾക്ക് പറ്റത്തില്ല. अगर आप ऐसे लिख कर सकते हैं तो आपके आत्मिक जीवन को कोई भी कभी भी हरा नहीं सकता है. ചേർന്ന് യേശുവേ എന്ന് വിളിക്കാമോ? मिलके पुकारे है यीशु. ഉറക്ക വിളിക്കാമോ? യേശുവേ എന്ന് വിളിക്കാമോ? मिलके पुकारे यीशु. അടുത്തിരി നാളെ തട്ടിയിട്ട് പറഞ്ഞ നിന്റെ പ്രയോറിറ്റി കർത്താവായിരിക്കണം. आपके पास बैठे हुए व्यक्ति को छू के बोले कि आपका पहला स्थान प्रभु बने. 33 വർഷം യേശു ഭൂമിയിൽ ജീവിച്ചു. 33.5 साल प्रभु यीशु इस पृथ्वी पर जिए. എന്നാ സ്പിരിച്വൽ സ്റ്റെബിലിറ്റിയാണ്. कैसा एक आत्मिक स्थिरता था प्रभु को. ഒന്നും അവനെ ബാധിക്കുന്നില്ല. कुछ भी उसको नहीं छू पा रहा है. കല്ലെറിയുന്നത് അവനെ ബാധിക്കുന്നില്ല. पत्थर मार रहे हैं उसको नहीं छू रहा है. ക്രൂശ് പോലും അവനെ ബാധിച്ചില്ല. क्रूस भी उसको कुछ नहीं कर पाया. കൂടെ നിന്നവൻ ഒറ്റിക്കൊടുത്തത് അവനെ ബാധിച്ചില്ല. साथ में खड़े व्यक्ति ने दिखा दिया फिर भी उसको वो छू नहीं पाया. വീട് അവനില്ലായിരുന്നു, അതവനെ ബാധിച്ചില്ല. उसको एक घर नहीं था, वो उसको परेशान नहीं किया. എല്ലാ ദിവസവും വേണ്ടുപോലെ ആഹാരം കിട്ടിയില്ല, അതവനെ ബാധിച്ചില്ല. रोज पेट भर के खाना नहीं मिला फिर भी वो परेशान नहीं हुआ. എന്തായിരുന്നു 33 വർഷത്തെ യേശുവിന്റെ ജീവിതത്തിന്റെ ആഗ്രഹം എന്തായിരുന്നു? 33.5 साल के यीशु मसीह के जीवन के जो इच्छा क्या थी? ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, एक ही इच्छा थी, എന്റെ പിതാവ് മഹത്വപ്പെടണം, मेरा पिता महिमा पाए, എനിക്ക് നരകത്തെ കൊള്ളയടിക്കണം. मुझे नरक को चोरी उसको जीतना है. ഹല്ലേലൂയ. हालेलुया. അത്ര മാത്രമേ അഭിലാഷി ആഗ്രഹം കാണാവൂ. केवल उतना ही अभिलाष को चाहत हो. അത്ര മാത്രമേ എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ ആഗ്രഹം കാണാവൂ. केवल उतना ही मुझे सुनने वाले परमेश्वर के दासों की इच्छा हो. പിതാവ് മഹത്വം എടുക്കണം, पिता महिमा पाए, നരകത്തെ കൊള്ളയടിക്കണം. नरक को पाले. എന്റെ ജോലി എനിക്ക് കിട്ടിയാൽ, मुझे अगर एक काम मिल जाए तो ആമേ പിതാവ് മഹത്വം എടുക്കണം, पिता महिमा पाए, നരകത്തെ കൊള്ളയടിക്കണം. नरक को जीतना എനിക്കൊരു है. കാർ കിട്ടിയാൽ, अगर मुझे गाड़ी പിതാവ് മഹത്വം എടുക്കണം, पिता महिमा पाए, നരകത്തെ കൊള്ളയടിക്കണം.
എടുക്കണം. नरक को जीते. എനിക്കൊരു കൃപാവരം തന്നാൽ मुझे एक वरदान मिले, പിതാവ് മഹത്വം എടുക്കണം. पिता महिमा എനിക്ക് पाए. നരകത്തെ मुझे കൊള്ളയടിക്കണം. नरक को जीतना है. എനിക്ക് പട്ടിണിയാണോ? अगर मैं भूखा हूँ, പിതാവ് മഹത്വം എടുക്കണം. पिता महिमा पाए. നരകത്തെ കൊള്ളയടിക്കണം. नरक को जीतना എനിക്ക് है. രോഗമാണോ? मुझे बीमारी हो, പിതാവ് മഹത്വം എടുക്കണം. पिता महिमा എനിക്ക് पाए. നരകത്തെ मुझे കൊള്ളയടിക്കണം. नरक को जीतना है. വായ്തലരബ ഷണ്ഡബരഗതന. എത്ര പേര് ഇന്ന് രാവിലെ എന്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കും? कितने लोग आज सुबह में मेरे साथ प्रार्थना करेंगे? തൊടാൻ ആർക്കും പറ്റത്തില്ല. कोई भी आपको छू नहीं सकेगा. ചേർന്ന് വിളിക്കാമോ യേശുവേ എന്ന് मिलके വിളിക്കാമോ? पुकारे हे यीशु, വായ്കൾ തുറന്ന് വിളിക്കാമോ യേശുവേ? मुंह खोल के बुलाए यीशु. സിമ്പിൾ. പിതാവ് മഹത്വം എടുക്കണം. आसान है कि पिता महिमा पाए, ആമേൻ. നരകത്തെ കൊള്ളയടിക്കണം. नरक को जीते. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതൊരു ആറ്റിറ്റ്യൂഡാണ്. ये एक सोच है. അങ്ങനെ നമുക്ക് ക്രമേണ 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 അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകാൻ പറ്റും. ऐसे हम थोड़ा 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 करके उसकी समानता के साथ एक बन जाएंगे. മറ്റു ചില കാര്യങ്ങൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞത്, ऐसे कुछ बातें पवित्र आत्मा ने मेरे साथ നമ്മൾ बोला. എല്ലാവരുടെയും സ്പിരിച്വൽ ലൈഫിൽ ചില ഏരിയയിൽ നമ്മൾ ഭയങ്കര സ്ട്രോങ് ആണ്. हम सबके जीवन में, हमारे आत्मिक जीवन के अंदर कुछ जगहों में हम सब ताकतवर हैं, ചില ഏരിയയിൽ നമ്മൾ ഭയങ്കര വീക്കാണ്. बल्कि कुछ जगहों में हम बड़े कमजोर हैं. ചില ആളുകൾ പ്രസംഗത്തിൽ ഭയങ്കര സ്ട്രോങ് ആണ്. कुछ लोग अपने प्रचार में बड़े ताकतवर हैं, ചില ആളുകൾ പ്രാർത്ഥനയിൽ ഭയങ്കര വീക്കാണ്. बल्कि कुछ लोग प्रार्थना में कमजोर हैं. ചില ആളുകൾ ആരാധനയിൽ ഭയങ്കര സ്ട്രോങ് ആണ്. कुछ लोग आराधना में बड़े ताकतवर हैं, പക്ഷെ വചന പഠനത്തിൽ വീക്കാണ്. बल्कि वचन सीखने में वे कमजोर हैं. ആമേൻ. ഇത് എല്ലാം കൂടെ അങ്ങോട്ട് ശരിയാക്കാൻ പറ്റുന്നില്ല. ये सारे एक साथ ठीक नहीं बना पा रहे ഞാൻ हैं. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, पिछले दिनों में जब मैं प्रार्थना कर रहा था, पवित्र आत्मा ने मेरे साथ बोला, നിന്റെ സ്ട്രോങ് ആയ ഏരിയ അല്ല നിന്റെ ആത്മീക സ്ഥിരതയെ ബാധിക്കുന്നത്. तेरे जो ताकतवर जगह जो है वो नहीं है, तेरे आत्मिक स्थिरता को तकलीफ देता है. നീ മൈൻഡ് ചെയ്തിട്ടിരിക്കുന്ന നിന്റെ ബലഹീനമായ കുറെ വശങ്ങളുണ്ട്. അതാണ് നിന്റെ ആത്മീക സ്ഥിരതകളെ जो ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. तू ध्यान नहीं देता है, तेरे आत्मिक जीवन के कुछ ऐसी जगह जो कमजोर है, वो आपकी आत्मिक स्थिरता को परेशान कर रहा है. നമ്മൾ എന്താ സാധാരണ ചെയ്യുന്നത്? हम हमेशा क्या करते हैं? എനിക്ക് പ്രസംഗിക്കാൻ ദൈവം ഒരു കൃപ തന്നിട്ടുണ്ട്. परमेश्वर ने मुझे प्रचार करने का अनुग्रह दिया. വചനം വായിച്ചാൽ മനസ്സിലാക്കാൻ ഒരു ഗ്രേസ് തന്നിട്ടുണ്ട്. वचन पढ़ते समय में समझने के लिए एक अनुग्रह दिया है. അതുകൊണ്ട് എപ്പോഴും ഞാൻ അതിനെ ഇങ്ങനെ ഷാർപ്പൺ ചെയ്തുകൊണ്ടിരിക്കും. इसीलिए मैं उसको हमेशा चौखा बनाते रहता हूँ. പക്ഷെ ഞാൻ വീക്കായ വേറെ കുറെ ഏരിയാസ് ഉണ്ട്. बल्कि कुछ ऐसे जगह है मेरे जीवन में जहाँ पे मैं कमजोर हूँ. അപ്പൊ എന്റെ ആത്മീക സ്ഥിരതകളെ ബാധിക്കുന്നത് എന്റെ പ്രസംഗത്തിന്റെ ഏരിയയിലല്ല, ഞാൻ മൈൻഡ് ചെയ്തിരിക്കുന്ന എന്റെ ബലഹീന വശങ്ങളാണ് എന്റെ അഭിഷേകത്തെ ചോർത്തി കളയുന്നത്. मेरे अभिषेक को कमजोर करने वाला, मेरे जीवन को कमजोर करने वाला ऐसे बड़े ताकतवर जगह नहीं है, बल्कि जिस जगह को मैं ध्यान नहीं देता हूँ वैसे जगह है. നിങ്ങൾ ശ്രദ്ധിക്കുക, आप लोग ध्यान നിങ്ങൾ दें. ഒരു വീട് വാങ്ങിക്കാൻ പോവുകയാണ്. आप जा रहे हैं घर खरीदने के लिए. പാസ്റ്റർ അഭിലാഷ് ഒരു വീട് വാങ്ങിക്കാൻ പോവാ. पास्टर अभिलाष एक घर खरीदने जा रहे हैं. യേശുവിൻ നാമത്തിൽ അത് ഈ വർഷം സംഭവിക്കട്ടെ. यीशु के नाम से ये साल में हो जाए. അപ്പൊ നിങ്ങൾ ആ വീട് കാണാൻ ചെന്നു. और वही समय में आप वो घर देखने गए. വീടിന്റെ ഫ്രണ്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. उस घर का सामने जो है वो बड़ा सुंदर है, അതിന്റെ ഭിത്തികളെല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. और उसके जो दीवार है वो बहुत सुंदर है. നിങ്ങൾ അകത്തോട്ട് കയറുമ്പോൾ आप अंदर जाते समय അതിന്റെ കിച്ചണിനകത്തൂടെ പോകുന്ന ബീം പൊട്ടി ഒടിഞ്ഞു കിടക്കുകയാണ്. आप उस रसोई के अंदर से जब जाएंगे, रसोई के अंदर का खंबा जो है वो टूटा हुआ है, टंगा हुआ है. നിങ്ങൾ ആ വീട് വാങ്ങിക്കോ? क्या आप उस घर को खरीदोगे? എന്താ വാങ്ങിക്കാതെ? क्यों नहीं खरीदोगे? ഫ്രണ്ട് എല്ലാം ക്ലിയർ അല്ലേ? सामने पूरा साफ दिख रहा है, ഒരു പില്ലറല്ലേ പൊട്ടിയിട്ടുള്ളൂ. केवल एक खंबा टूटा है. അത് നിങ്ങൾക്കറിയാം. आपको पता है. ആ പൊട്ടിയ പില്ലറാണ് ഈ വീടിനെ നശിപ്പിക്കുന്നത്. और वो टूटा हुआ वो एक खंबा है, वही खंबा इस घर को बर्बाद करता है. ഹല്ലേലൂയ. हालेलुया. പറയുന്ന ദൂത് മനസ്സിലാകുന്നുണ്ടോ? ये बोलने वाले परमेश्वर के वचन को आप समझ रहे हैं? വചനം മനസ്സിലാകുന്നവർ ചേർത്തൊരു ഹല്ലേലൂയ പറഞ്ഞേ. वचन समझने वाले मिलके हालेलुया बोले. നാളെ നിങ്ങൾ ഒരു കാർ കിട്ടിയെന്നിരിക്കട്ടെ. कल आपको एक गाड़ी मिल जाएगा करके सोचे. നിങ്ങൾക്ക് ഒരു കാറിന്റെ ആവശ്യമുണ്ട്. आपको एक गाड़ी की जरूरत है. ആ കാർ നിങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവരികയാണ്. आप उस गाड़ी को खरीद के लेके आ रहे हैं, അങ്ങനെ വരുന്ന വഴിക്ക് ഒരു ടയർ പഞ്ചറായി പോയി. और आते समय में एक टायर जो है पंक्चर हो गया. ഞാൻ പറയുകയാണ്, അഭിലാഷേ ഒരു ടയർ പഞ്ചറായി. मैं कहता हूँ अभिलाष जी आपका एक टायर पंक्चर है. അഭിലാഷ് എന്നോട് പറയാ, സാരമില്ല, ബാക്കി 3 ടയറിലും കാറ്റുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ വണ്ടി ഓടിക്കോ. हाँ, अभिलाष मुझे बोल रहे हैं कि कोई बात नहीं, बाकी तीनों टायरों के अंदर हवा है करके बोलते हुए आप क्या गाड़ी चलाएंगे? ഓടിക്കോ? നിങ്ങൾ ഓടിക്കോ? क्या आप चलाएंगे? എന്താ ഓടിക്കാത്തത്? क्यों नहीं? ആ പഞ്ചറായ ആ ഒരു വീൽ ആ വണ്ടിയെ മുഴുവൻ നശിപ്പിക്കും. क्योंकि पंक्चर हुआ एक व्हील जो है वो सारे
गाड़ी को बर्बाद कर देगा। ഇതുപോലെയാണ് നിന്റെ സ്പിരിച്വൽ സ്റ്റെബിലിറ്റികൾ നഷ്ടപ്പെട്ടു പോകുന്നത്. इसी प्रकार है आपकी आत्मिक स्थिरता बर्बाद हो जाता है। നീ പറയുന്നു നന്നായിട്ട് നീ പ്രവചിക്കുന്നുണ്ട്, आप बोलते हैं कि आप अच्छे तौर पे നീ भविष्यवाणी कर रहे പറയുന്നു हैं, നീ നന്നായിട്ട് പ്രസംഗിക്കുന്നുണ്ട്, आप बोलते हैं कि आप अच्छे तौर पे प्रचार करते നീ हैं, പറയുന്നു നീ നന്നായിട്ട് ടൈത്ത് കൊടുക്കുന്നുണ്ട്. आप बोलते हैं कि आप अच्छे तरीके से दशांश देते हैं। അതല്ലേ ശരിയാണ് वो ദൈവമക്കളെ. सब सही है मेरे भाइयों, പക്ഷെ എവിടെയാണ് നീ വീക്കായി പോകുന്നത്? बल्कि आप कहाँ पे कमजोर हैं? നീ മൈൻഡ് ചെയ്യാതെ കിടക്കുന്ന നിന്റെ ബലഹീന വശങ്ങളാണ് നിന്നെ ഇടിച്ചു കളയുന്നത്. आप जो ध्यान नहीं देते हैं, ऐसे कमजोर जगह है आपको गिरा देता है। പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ സഭയോട് പറയാൻ പറയുന്നു, पवित्र आत्मा आज कलीसिया को कहने को बोल ഈ रहे हैं, ലോക്ക്ഡൌൺ കഴിയുമ്പോൾ इस लॉकडाउन जब बंद हो जाएगा, അസാധാരണമായ ഒരു സ്പിരിച്വൽ സ്റ്റെബിലിറ്റി പരിശുദ്ധാത്മാവ് നിനക്ക് തരാൻ പോവുകയാണ്. असाधारण तौर पे एक आत्मिक स्थिरता पवित्र आत्मा आपको देने जा रहे हैं। നിങ്ങൾ ഇതുവരെ മൈൻഡ് ചെയ്യാതിരിക്കുന്ന നിങ്ങളുടെ വീക്കായ ഏരിയകളെ കണ്ടുപിടിച്ച് പണിയുവാൻ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കാൻ പോവുകയാണ്. आज तक आप ध्यान ना दिए हैं, ऐसे जगहों को परमेश्वर की आत्मा मदद कर रहे हैं कि उसको ढूंढ के निकाले और सही बनाए। ചേർന്ന് യേശുവേ എന്ന് വിളിക്കാമോ? मिलके पुकारे यीशु। ആമേൻ. പിശാചിനോട് പറയണം, പിശാചേ ഇനി എന്റെ ബലഹീനതയെ തൊടാൻ ഞാൻ അനുവദിക്കത്തില്ല, ഞാൻ അതിനെ കണ്ടുപിടിച്ച് അതിനെ മെയിന്റനൻസ് നടത്താൻ പോവുകയാണ്. शैतान को कहना कि शैतान आगे मेरे कमजोर जगह को मैं छोड़ने नहीं जा रहा हूं, मैं उसको ढूंढ के निकाल के उसको सही करने जा रहा ഞാനൊരു ചലഞ്ച് നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. हूं। मैं आपके जीवन में एक चुनौती को रख रहा हूं। അടുത്ത ആഴ്ചകളിൽ अगले हफ्तों में നിങ്ങളുടെ വീക്കായ ഏരിയകളെ കുറെ കൂടെ ബിൽഡപ്പ് ചെയ്യുക. आपके कमजोर जगहों को और थोड़ा आगे आप बनाएं। നിങ്ങളുടെ പാസ്റ്റർ ആയിരിക്കുന്ന ഞാനും ചില ഏരിയയിൽ വീക്കാണ്. आपके पासवान जो मैं हूं, मैं भी कुछ जगहों में कमजोर हूं। ചിലപ്പോ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും. कुछ समय में मैं अचानक से जल्दी से गुस्सा करता हूं। അത് ഏറ്റവും അധികം സഹിക്കുന്നത് എന്റെ ഭാര്യയാണ്. वो सबसे ज्यादा परेशान होने वाली एक व्यक्ति है, मेरी पत्नी है। പാവ നോക്കിക്കൊണ്ടിരിക്കുക. वो बेचारी देख रही है अभी। ആമേൻ. ചില എന്റെ പ്രസംഗത്തിന്റെ പ്ലാറ്റ്ഫോമിൽ അല്ല ഞാൻ വീക്കായി പോകുന്നത്, मेरे जो प्रचार की मंच में नहीं है जो मैं कमजोर हो जाता हूँ। ഞാൻ ഈ പൊട്ടിത്തെറിക്കുന്ന സമയത്ത് मैं जब गुस्सा करता हूँ इस समय में, അവിടെയാണ് എന്റെ സ്പിരിച്വൽ സ്റ്റെബിലിറ്റികൾ നഷ്ടപ്പെട്ടു പോകുന്നത്. ऐसी जगह में है मेरी आत्मिक स्थिरता कम हो जाता है। എനിക്കത് മുൻകോപമാണെങ്കിൽ अगर मेरे लिए वो गुस्सा है तो നിങ്ങൾക്ക് മറ്റു ചിലതായിരിക്കാം. आपको और कुछ होगा। മനഃപൂർവ്വമായിട്ട് നമുക്കൊന്ന് പണിതെടുക്കാൻ പ്രിയപ്പെട്ടവരെ. जानबूझ के ऐसे बातों को हम बनाएंगे मेरे प्रियो। എന്നിട്ട് നമുക്ക് നട്ടല്ലോടെ ആമേൻ PVC പൈപ്പ് പോലെ വളയാത്ത നല്ല ഇരുമ്പിന്റെ നട്ടല്ലോടെ നിന്നിട്ട് പറയാം, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും എന്നെ പുറകോട്ട് വലിക്കാൻ ആർക്ക് കഴിയും? ऐसे कभी भी पीछे ना हटते हुए पूरे अच्छे ताकत के साथ में एक पीवीसी पाइप की जैसे टंगा टेढ़ा होने वाला नहीं, बल्कि एक लोहे के पाइप के समान हम ताकतवर होकर खड़े होकर शैतान को हम बोलेंगे कि मेरे प्रभु यीशु मसीह के प्यार से मुझे कौन अलग करेगा। അസാധാരണമായ ഒരു സ്പിരിച്വൽ സ്റ്റെബിലിറ്റി, ഒരു ആത്മിക സ്ഥിരത നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മ വിടാൻ एक ആഗ്രഹിക്കുന്നു. असाधारण आत्मिक स्थिरता को पवित्र आत्मा आपके ऊपर देने जा रहे हैं। പൗലോസിന്റെ ഒരു പ്രാർത്ഥനയും കൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കാം. पौलुस के एक प्रार्थना को भी आपके सामने मैं रख के प्रार्थना करता അത് हूँ। കൊലോസിയ സഭയോടുള്ള പൗലോസിന്റെ പ്രാർത്ഥനയാണ്. कोलोसी कलीसिया के साथ में पौलुस का एक प्रार्थना है। ഈ വർഷം നമ്മൾ തുടങ്ങിയത് കൊലോസി ലേഖനത്തിൽ നിന്നായിരുന്നു. आज ये साल में हमने शुरू किया कुलूसियों की पत्री के साथ में മഹത്വകരമായ വാഴ്ച, महिमामय राज करने का अनुभव, ഗ്ലോറിയസ് റെയിൻ. महिमामय राज ഞാനത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. मैं उसको जीवन में अनुभव कर रहा हूँ। ഈ വർഷം ദൈവം നമ്മൾ എന്നോട് എന്താണ് പറഞ്ഞത് അതാ ഞാൻ അനുഭവിക്കുന്നത്. ये साल में परमेश्वर ने मेरे साथ क्या बोला वही मैं अनुभव कर रहा हूँ। തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ഏകീഭവിച്ച് ദൈവികമായ വളർച്ച പ്രാപിക്കുന്നത്. जो सर है उसी में से हम नस नस के द्वारा ताकत को प्राप्त करके अंग अंगों में हम बड़े हो रहे हैं। ഈ 6 മാസം ഈ 5 മാസം ये 5 महीनों के अंदर വേറെ വളരാൻ ഒരു റിസോഴ്സും ഉണ്ടായിരുന്നില്ല. हमें बढ़ने के लिए दूसरा कोई सोता ही नहीं था। തലയിൽ നിന്നും മാത്രമാണ് പ്രാപിച്ച് വളർന്നുകൊണ്ടിരിക്കുന്നത്. केवल सर में से प्रभु से है जो हम प्राप्त करके बढ़ रहे थे। ചേർന്ന് യേശുവേ എന്ന് വിളിക്കാമോ? मिलके बोले हे यीशु। കൊലോസി ലേഖനം 1-ാം അധ്യായത്തിന്റെ कुलूसियों की पत्री पहला अध्याय 9, 10, 11, 12 വാക്യങ്ങൾ വായിച്ച് ഞാൻ വേഗത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാം. 9 से 12 तक के वचनों को पढ़कर जल्दी से मैं कुछ प्रार्थना ഒരു വലിയ करूंगा। പകർച്ച നിങ്ങളുടെ മേൽ നടക്കാൻ പോകുകയാണ്. एक बड़ा आत्मिक बहाव आपके ऊपर हो रहा है। വചനത്തെ സ്നേഹിക്കുകയും കർത്താവിനെ സ്നേഹിക്കുകയും ചെയ്യുന്നവർക്ക് ഇന്നത്തെ സഭായോഗം മറക്കാൻ പറ്റത്തില്ല.
പറ്റത്തില്ല. जो वचन को प्यार करते हैं, परमेश्वर को प्यार करते हैं, वे आज के आत्मिक आराधना को कभी नहीं भूल ഞാൻ ഈ पाएंगे. ദൂത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ചില മുഖങ്ങൾ എന്റെ മുമ്പിലേക്ക് വന്നു. जब ये वचन को मैं लिख रहा था, कुछ चेहरे मेरे सामने आए. അവർക്ക് ആത്മീകമായ ഒരു ഭയങ്കര സ്റ്റെബിലിറ്റി ദൈവം തരാൻ പോകുന്നു എന്ന് പറഞ്ഞു. वैसे लोगों को आत्मिक स्थिरता को परमेश्वर देने जा रहे हैं करके प्रभु ने बोला. യുഎസിൽ നിന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ടിനിയോട് പരിശുദ്ധാത്മ പറയുന്നത് നിന്റെ ലൈഫിൽ ഒരു ഭയങ്കര സ്റ്റെബിലിറ്റി പരിശുദ്ധാത്മ തരാൻ പോകുകയാണ്. अमेरिका से मुझे देखने वाले भाई टिनू को प्रभु कह रहे हैं कि आपके जीवन में एक बड़ा स्थिरता प्रभु दे रहे हैं. ഹല്ലേലൂയ. हालेलुया. ചേർന്ന് യേശുവേ എന്ന് വിളിക്കാമോ? मिलके बोलेंगे यीशु. ആ കൊലോസി ലേഖനം ഒന്ന് വായിച്ചു കേൾപ്പിച്ചേ. कुलुसियों की पत्री को पढ़ के सुनेंगे. അതുകൊണ്ട് ഞങ്ങൾ അത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിനെ യോഗ്യമാവണ്ണം നടന്ന്, നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം നടന്ന് ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും. അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം. इसलिए जिस दिन से यह सुना है, हम भी तुम्हारे लिए यह प्रार्थना करने और विनती करने से नहीं चूकते कि तुम सारे आत्मिक ज्ञान और समझ सहित परमेश्वर की इच्छा की पहचान में परिपूर्ण हो जाओ. അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനത്തിൽ നിറഞ്ഞു വരണം. परमेश्वर की इच्छा की पहचान में परिपूर्ण हो जाओ. ഹല്ലേലൂയ. हालेलुया. ചേർന്നൊരു ഹല്ലേലൂയ പറയാമോ? मिलके बोलेंगे हालेलुया. ഞാൻ പറഞ്ഞല്ലോ എല്ലാവർക്കും ഈ കൊലോസ് ലേഖനം പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. പക്ഷെ ഇൻ ക്രൈസ്റ്റ് ഫാമിലിക്ക് കൊലോസ് ലേഖനം മനസ്സിലാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. मैंने आपको बोला है कि सब लोगों को ये कुलुसियों की पत्री बोलने से समझ में नहीं आएगा, बल्कि इन क्राइस्ट परिवार को ये समझ में आएगा. കൊലോസ്യ സഭയെ ഈ ലേഖനം എഴുതുമ്പോൾ പൗലോസ് കണ്ടിട്ടില്ല. कुलुसियों की पत्री ये समय लिखते समय में पौलुस कुलुसियों की कलीसिया को नहीं देखा है. അവരുടെ പാസ്റ്റർ ആയിരിക്കുന്ന എപ്പഫ്രാസ് പറഞ്ഞ അറിവ് മാത്രമാണ് പൗലോസിനുള്ളത്. उनके पासवान इपाफ्रास ने जो बताया है वैसा जानकारी ही केवल पौलुस को उस कलीसिया के बारे में है. പക്ഷേ എപ്പഫ്രാസ് പറഞ്ഞു, बल्कि इपाफ्रास ने बोला, കൊലോസിയയിൽ കുറച്ച് ദൈവമക്കളുണ്ട്. कुलुसियों में कुलुसी देश में कुछ परमेश्वर के ഇത് लोग हैं. അറിഞ്ഞ ഉടനെ പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. और यही समय में जानते हुए पौलुस प्रार्थना कर रहे हैं. കേട്ട ഉടനെ പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. ये सुनते ही पौलुस प्रार्थना कर रहे हैं. അവർ രക്ഷിക്കപ്പെട്ടു, ശരിയാണ്. वे उद्धार पाए, सही है. കർത്താവേ അവിടെ കൊണ്ട് തീരരുത്. वहां पे समाप्त ना हो प्रभु. കർത്താവേ അവർ നിന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് നിറഞ്ഞു കയറണം. प्रभु वे परमेश्वर की इच्छा के पहचान में परिपूर्ण होना चाहिए. ഹല്ലേലൂയ. हालेलुया. ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, आज मुझे सुनने वाले प्रभु के ഇത് लोगों, തന്നെയാണ് ഇന്ന് പകൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. यही है जो मुझे आज आपसे बताना है. അമേരിക്കയിലും ഓസ്ട്രേലിയയിലും യൂറോപ്പിലും ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഞങ്ങളെ കേൾക്കുന്നവരോട് ഈ പ്രഭാതത്തിൽ എനിക്ക് പറയാൻ വേറൊന്നുമില്ല. അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനത്തിൽ നീ നിറഞ്ഞു വളർന്ന് കേറിക്കൊണ്ടേയിരിക്കണം. अमेरिका से, यूरोप से, भारत के अलग अलग जगहों से मुझे सुनने वाले लोगों को आज सुबह में मैं यही बताना चाहूंगा कि आप लोग दूसरे कुछ भी बातों में नहीं, बल्कि परमेश्वर की इच्छा के पहचान में परिपूर्ण होने में उसमें बढ़ते जाओ. ഒരു സ്പിരിച്വൽ സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് വേണമോ? एक आत्मिक स्थिरता आपको ഒരു जरूरत है. ആത്മീകമായ സ്ഥിരത നിങ്ങൾക്ക് വേണമോ? अगर आपके जीवन में एक आत्मिक स्थिरता जरूरत हो तो ഞായറാഴ്ച ആത്മീയം കളിച്ച് തിങ്കളാഴ്ച തോറ്റുപോകാത്തൊരു ക്രിസ്ത്യാനിയെ നിനക്ക് മാറണം. रविवार के जीवन में आत्मिक जीवन प्रकट करते हुए सोमवार के दिन में हार मानने वाला व्यक्ति बनना है. സ്റ്റേജുകളിൽ മാത്രം വിജയിച്ച് വ്യക്തിപരമായ ജീവിതത്തിൽ തോറ്റുപോകുന്ന ഒരു ഫെയിലിയർ ആയ ലൈഫിൽ നിന്ന് നിനക്ക് മാറി ജീവിക്കണോ? क्या आप ये चाहते हैं कि प्रचार करने के मंच के में ऊपर आप हीरो बन जाते हैं और दूसरे अपने साधारण जीवन में हार मानते हैं? ऐसे जीवन से बचना है. ഒറ്റ കാര്യമേ ഉള്ളൂ, एक ही बात है, നിങ്ങൾ അവനെ കൂടുതൽ അറിയണം. आप उसको ज्यादा जाने. ചേർന്ന് പറഞ്ഞേ, അവനെ കൂടുതൽ അറിയണം. मिलके बोले उसको ज्यादा जानना है. ഹല്ലേലൂയ. हालेलुया. ലോകത്തിലെ എല്ലാ സബ്ജക്റ്റുകൾക്കും ഒരു എൻഡ് ഉണ്ട്. दुनिया के अंदर सारे विषय को एक अंत है. കെമിസ്ട്രിക്ക് ഒരു എൻഡ് ഉണ്ട്. केमिस्ट्री को एक अंत है. മാത്തമാറ്റിക്സിന് ഒരു എൻഡ് ഉണ്ട്. मैथमेटिक्स को एक अंत है. ഒരു ബയോളജിക്ക് ഒരു എൻഡ് ഉണ്ട്. बायोलॉजी को एक अंत है. പക്ഷെ ദൈവത്തിന്റെ വിസ്ഡത്തിന് എന്തില്ല. അത് അനന്തമായ ആകാശം പോലെയാണ്. എത്ര നീ വളർന്നു കയറിയാലും അതിനപ്പുറം നിനക്ക് പിടിക്കാൻ പറ്റാത്തത് ചിലത് ദൈവം വെച്ചിട്ടുണ്ടായിരിക്കും. बल्कि परमेश्वर के बुद्धि ज्ञान में कोई सीमा नहीं है. वो आकाश के समान सीमा के पार है. अगर आप जितना भी उसमें बढ़ेंगे वो आपके लिए पकड़ से बाहर है. കർത്താവിന്റെ ഹിതം എന്താണ്? परमेश्वर की इच्छा क्या है? അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനത്തിന്റെ ഹിതം നിന്റെ മേൽ നിറഞ്ഞ്, ദൈവഹിതം നിന്റെ
നിന്റെ മേൽ നിറഞ്ഞു വരണം. परमेश्वर की इच्छा की पहचान में आप परिपूर्ण होते जाना है. ദൈവഹിതത്തിന്റെ ഒരു നിറവ് നിന്റെ മേൽ സംഭവിച്ചുകൊണ്ടേയിരിക്കണം. परमेश्वर की इच्छा का जो परिपूर्णता है वो आप में होता ही रहना है. ആ പ്രാർത്ഥനയിൽ ഒരു പ്രധാനപ്പെട്ട ലൈനാണ് നിറഞ്ഞു വരണം. उस प्रार्थना के अंदर एक प्रकाश जो शब्द है कि वो आप परिपूर्ण होते जाना है. വചനം മനസ്സിലാവുന്നവരുണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. जिस लोगों को वचन समझ में आ रहा है मिलके बोले हालेलुया. നിറഞ്ഞു വരണം. आपको परिपूर्ण होना है. നിറഞ്ഞു വരണമെന്ന് പറഞ്ഞാൽ परिपूर्ण होना मतलब क्या है? ശ്രദ്ധിച്ചു കേട്ടോ, ഒരു പ്രധാനപ്പെട്ട വെളിപ്പാടാണത്. ध्यान से सुने आप, खास प्रकाशन है. നിറഞ്ഞു വരണമെന്ന് പറഞ്ഞാൽ परिपूर्ण होना मतलब ഇവിടെ ആ ബോട്ടിൽ എടുത്തവനെ अब वो बोतल को ले रहे हैं. ഈ ബോട്ടിലിൽ വെള്ളം നിറഞ്ഞു വരുന്നത് പോലെ ഒരു ആശയമല്ല പറഞ്ഞിരിക്കുന്നത്. इस बोतल के अंदर पानी जैसे भर रहा है वैसा समझ नहीं है. ഈ ബോട്ടിലിൽ വെള്ളം നിറച്ചാൽ ഈ വെള്ളം ബോട്ടിൽ നിറയും. ये बोतल के अंदर पानी भरेंगे तो ये बोतल भर जाएगा. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്ന നിറവെന്ന് പറയുന്നത് बल्कि यहाँ पे बताया गया परिपूर्णता क्या है. അത് വെള്ളം നിറയുന്നത് പോലെയല്ല. वो जैसे पानी भरता है वैसा नहीं. അതിന്റെ ശരിയായ അർത്ഥം उसका सही मतलब നീ അതിനാൽ നിയന്ത്രിക്കപ്പെടണമെന്നാണ് പൗലോസ് ആഗ്രഹിക്കുന്നത്. पौलुस यही चाहते हैं कि आप जिस बात से आप भर जा रहे हैं उस बात से आप नियंत्रित रहें. ദൈവത്തിന്റെ ഹിതം അഭിലാഷിന്റെ മേൽ നിറയുന്നു. परमेश्वर की इच्छा अभिलाष पर भर रहा है എന്നിട്ട് അഭിലാഷ ദൈവഹിതത്താൽ നിയന്ത്രിക്കപ്പെടുന്നു. और वही परमेश्वर की इच्छा के द्वारा अभिलाष नियंत्रित हो रहा है. അതെങ്ങനെ നിറവുകളാൽ നിയന്ത്രിക്കപ്പെടുന്നത്? ये कैसे है कि भरपूरी के द्वारा नियंत्रित हो रहा है? ഞാൻ സിമ്പിൾ ആയിട്ട് പറയട്ടെ. मैं आपको आमतौर पे बता रहा हूँ. ദേഷ്യം വരാറുണ്ടോ? क्या आपको गुस्सा आता है? കോപം വരാറുണ്ടോ? गुस्सा होता है? കോപം വരുമ്പം ചിലപ്പോ ആരെങ്കിലുമൊക്കെ തല്ലത്തില്ലേ? जब आपको गुस्सा आता है तो किसी को मारते हैं. എന്താ കാര്യം എന്നറിയാമോ? क्यों कारण से? ആ കോപത്താൽ നിങ്ങൾ നിയന്ത്രിക്കപ്പെട്ടു. क्योंकि उस गुस्से के द्वारा आप नियंत्रित हो जा रहे हैं. കോപം നിങ്ങളിൽ നിറഞ്ഞപ്പോൾ, जब गुस्सा भर गया, കോപം എന്നിൽ നിറഞ്ഞപ്പോൾ गुस्सा आपके अंदर भर गया, ഞാൻ ആ കോപത്താൽ നിയന്ത്രിക്കപ്പെട്ടു. मैं उस गुस्सा के द्वारा नियंत्रित किया गया. ദേഷ്യം നിന്നിൽ വരുമ്പോൾ जब गुस्सा आता है तो നീ ദേഷ്യത്താൽ നിയന്ത്രിക്കപ്പെടും. आप उस गुस्से के द्वारा नियंत्रित करे जा रहे हो. Same way, അതുപോലെ इसी प्रकार when we filled with Holy Spirit, हम जब पवित्र आत्मा से भर जा रहे हैं, to be controlled by Holy Spirit, हम पवित्र आत्मा के द्वारा नियंत्रित किए जाएंगे. Hallelujah. हालेलुया. പ്രാർത്ഥിക്കാവോ? क्या प्रार्थना करेंगे आप നിങ്ങൾ लोग? അഭിഷേകത്താൽ നിറയുക എന്ന് പറഞ്ഞാൽ अभिषेक से भरना मतलब അന്യഭാഷ പറയുക എന്നുള്ളതല്ല അർത്ഥം. अन्य भाषा बोलना नहीं है उसका നീ मतलब. അഭിഷേകത്താൽ നിയന്ത്രിക്കപ്പെടുകയാണ്. आप अभिषेक के द्वारा नियंत्रित किए जा रहे हैं. അഭിഷേകം നിന്റെ ഡ്രൈവിംഗ് ഫോഴ്സ് ആയി മാറുകയാണ്. अभिषेक आपको चलाने वाला एक सोता बन रहा है. ചേർന്ന് യേശുവേ എന്ന് വിളിക്കാമോ? मिलके बोल सकते हैं यीशु. എത്ര പേര് ഇന്ന് പകൽ ആഗ്രഹിക്കുന്നുണ്ട്? कितने लोग आज ये चाह रहे ഈ हैं? ദിവസങ്ങളിൽ നിങ്ങൾ അത് കാണാൻ പോകുകയാണ്. इन दिनों में आप देखने जा रहे നിന്നെ हो. ദൈവത്തിന്റെ ഹിതത്താൽ ആമേൻ നിറയ്ക്കും. ये परमेश्वर की इच्छा से आपको परिपूर्ण करेगा ഹിതത്താൽ നിന്നെ നിയന്ത്രിച്ചുകൊണ്ടേയിരിക്കും. और इस परमेश्वर की इच्छा के द्वारा आपको नियंत्रित किए जाएंगे. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളത് പോലെ നിന്നെ ദൈവഹിതത്തിന്റെ പിൻ പോയിന്റിൽ ദൈവം നിർത്തിക്കളയും. जैसे मैंने आपको कई बार पहले बताया है कि परमेश्वर की इच्छा के उस सुई के उस पॉइंट में खड़ा करेंगे. ലേസർ ലൈറ്റുകൾ ഉണ്ടല്ലോ, ലേസർ ലൈറ്റുകൾ. जैसे लेजर बिजली है ആ ലൈറ്റ് അടിച്ചു നിർത്തുന്നത് പോലെ वैसे जो ज्योति लगाते समय നിന്നെ ദൈവഹിതത്തിന്റെ പോയിന്റിൽ ദൈവം നിർത്തിക്കളയും. परमेश्वर की इच्छा के उस बिंदु में परमेश्वर आपको खड़ा करेगा. ദൈവഹിതം നിറഞ്ഞു വരികയാണെന്ന് പറഞ്ഞാൽ परमेश्वर की इच्छा भरपूर होना मतलब ഒരു വൈഡായ വിഷൻ കിട്ടുക എന്നുള്ളതല്ല അർത്ഥം. उसका मतलब ये नहीं कि एक चौड़ा एक दर्शन मिले. ഒരു ക്ലിയറായ ദർശനം കിട്ടുക എന്നാണ് അർത്ഥം. उसका मतलब ये है कि एक साफ दर्शन मिले. ഒരു കൊച്ചുദാഹരണം പറയാം. एक छोटा सा अर्थ बताता हूँ. ദൈവത്തിന്റെ ഹിതം എന്ന് പറയുന്നത്, परमेश्वर की इच्छा मतलब അത് നിറഞ്ഞു വരിക എന്ന് പറയുന്നത് उस पे परिपूर्ण होना मतलब സൂര്യൻ ഉദിക്കുന്നത് പോലെയല്ല. जैसे सूरज उगलता है वैसे नहीं. ആമേൻ. സൂര്യൻ ഉദിച്ചു തുടങ്ങുമ്പോൾ जब सूरज उगलना शुरू करता है, ആമേൻ, രാവിലെ വെട്ടം മങ്ങി നിൽക്കും. जो सुबह के समय में जो ज्योति है वो कम होता है. 5 മണിയാകുമ്പോൾ കുറച്ചുകൂടെ കൂടും. और जब 5 बज जाता है तो वो थोड़ा और ज्योति निकलता है. 7 മണിയാകുമ്പോൾ കുറച്ചുകൂടെ കൂടും. 7 बजे थोड़ा और ज्यादा होता है. 12 മണിയാകുമ്പോൾ അത് ഭയങ്കരമായി ജ്വലിച്ചു നിൽക്കും. 12 बजे के समय में वो बड़े ताकत के साथ में जलते रहेगा. ഇതുപോലെയല്ല ദൈവഹിതം നിന്നിൽ നിറഞ്ഞു വരുന്നത്. इस प्रकार नहीं है परमेश्वर की इच्छा आप में परिपूर्ण होता है, അത് നേരെ ഓപ്പോസിറ്റ് ആണ്. बल्कि उसके बिल्कुल विरोध है. ആദ്യം നിന്നോട് ദൈവഹിതം പറയുമ്പോൾ
पहले जब परमेश्वर अपनी इच्छा को बोलते हैं ഒരു മധ്യാഹ്നം പോലെ എല്ലാം നിനക്ക് കാണാൻ പറ്റും. और आपके सामने दोपहर के सब जैसे सब कुछ आप देख पाओगे, എന്നാൽ ഹിതത്തിൽ നിറഞ്ഞു വരുന്തോറും बल्कि आप उस परिपूर्णता से भरते जाते हैं, അതിനെ भरते ചുരുക്കി जाते हैं। ചുരുക്കി 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 അതിനെ പോയിന്റ് ചെയ്ത് ദൈവം നിനക്ക് കാണിച്ചു തരും. उसको छोटा करके उसको छोटा 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 बनाते हुए उसको एक बिंदु के रूप में लगा के आपके सामने रखेंगे। ചേർന്നൊരു ഹല്ലേലൂയ പറയാമോ? मिलके बोलेंगे हालेलुया। എത്ര പേർക്ക് അങ്ങനെ ദൈവഹിതത്തിന്റെ പിൻ പോയിന്റിൽ നിൽക്കാൻ ആഗ്രഹമുണ്ട്? कितने लोग परमेश्वर की इच्छा के उस बिंदु में खड़े होने चाहते हैं? എന്റെ ശുശ്രൂഷകൾ തുടങ്ങിയിട്ട് 22 വർഷങ്ങളായി. मेरे सेवकाई शुरू होते हुए अभी 22 साल हो गए। 22 വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊരു വൈഡായ വിഷൻ ആയിരുന്നു. 22 साल पहले परमेश्वर ने मुझे दिया हुआ दर्शन है जो वो चौड़ा था, പക്ഷെ ഇന്ന് വൈഡായ വിഷൻ അല്ല, बल्कि आज वो चौड़ा दर्शन नहीं है, ക്ലിയർ കട്ടായ വിഷനാണ്. आज मुझे परमेश्वर ने दिया हुआ है एक बिंदु समान साफ दर्शन। ഹല്ലേലൂയ. हालेलुया। ദൈവഹിതത്തിന് പല രീതികളുണ്ട്. परमेश्वर की इच्छा के अलग अलग प्रकार हैं। പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡ് ഉണ്ട്, പെർമിസീവ് വിൽ ഓഫ് ഗോഡ് ഉണ്ട്. परमेश्वर की इच्छा के अनुमति किया हुआ इच्छा है या परमेश्वर का पूरा इच्छा भी है। ലൂക്കോസിന്റെ സുവിശേഷത്തിലെ ആ 15-ാം അധ്യായത്തിലെ അപ്പനെ അറിയത്തില്ലേ? आप लूका रचित सुसमाचार के 15 अध्याय के अंदर के उस बाप को आप जानते हो, മുടിയൻ പുത്രൻ. और जो खोया हुआ पुत्र, മുടിയൻ പുത്രൻ വന്ന് ചോദിക്കുകയാണ്, वो खोया गया पुत्र आके बोलता है എന്റെ പ്രമാണം എന്താ? मेरा जो कागज पत्र ये दे दे, എന്റെ വീടും വസ്തു എന്താ? मेरा घर और जमीन दे दे। മോനെ ഇത് പെർഫെക്റ്റ് വിൽ അല്ല, बेटा ये परमेश्वर का परिपूर्ण इच्छा नहीं है, പക്ഷെ നീ മോനായതുകൊണ്ട് बल्कि तू बेटा होने के कारण എനിക്ക് നിന്നെ നോ എന്ന് പറയാനും വയ്യ. मैं तुझे नहीं बोल सकता हूँ। ഓക്കെ വെച്ചോ, ठीक है रख लो। അപ്പൊ ഞാനൊരു ടൂറിന് പോവുകയാണ്. तब मैं जा रहा हूँ घूमने के लिए, ഞാനൊന്ന് കൂട്ടുകാരോടൊന്ന് കളിക്കാൻ പോവുകയാണ്. मैं दोस्तों के साथ में खेलने जा रहा हूँ। മോനെ അത് പെർഫെക്റ്റ് വിൽ അല്ല, बेटा वो परमेश्वर की इच्छा नहीं है, पूरा इच्छा नहीं है, എന്നാലും നീ മോനായതുകൊണ്ട് അനുവദിക്കും. फिर भी तू बेटा है इसलिए अनुमति दे रहे हैं, പക്ഷെ ഈ യാത്രയിൽ സംഭവിക്കുന്നതിനൊന്നും ഞാൻ ഉത്തരവാദിയല്ല. बल्कि सफर में जो कुछ भी होगा वो उसके लिए मैं जिम्मेदार नहीं हूँ। പക്ഷെ ഏത് കൂരിരുട്ടിൽ നിന്നാലും बल्कि कोई भी रात के अंधेरे समय में खड़े होते നിനക്ക് समय വീണ്ടും ദൈവഹിതത്തിന്റെ പോയിന്റിലേക്ക് തിരിച്ചു കയറാൻ പറ്റും. आप वापस फिर से परमेश्वर के इच्छा के उस परिपूर्णता में आ सकते हो। ഒരു സ്പിരിച്വൽ സ്റ്റെബിലിറ്റി നിനക്ക് വേണോ? आप चाहते हैं कि एक आत्मिक स्थिरता, നീ പെർഫെക്റ്റ് വില്ലിൽ നിൽക്കുന്ന സ്വഭാവമുള്ളവനായിരിക്കണം. आप परमेश्वर के परिपूर्ण इच्छा में सिर रहने वाले एक व्यक्ति होना चाहिए। ആരാണ്ട് പറയുന്നു, പാസ്റ്റർ അതൊക്കെ ഞങ്ങൾക്ക് അറിയാം. कोई बोल रहे हैं पास्टर जी हम ये सब जानते हैं, പിന്നെ ഇത് എങ്ങനെ പ്രാപിക്കാൻ പറ്റും? तो इसको कैसे प्राप्त कर सकते हैं? പാസ്റ്റർ തിയോളജി ഞങ്ങൾക്ക് അറിയാം. पास्टर जी हम परमेश्वर के वचन का शास्त्र जानते हैं, പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡ്, പെർമിസീവ് വിൽ ഓഫ് ഗോഡ് എല്ലാം ഞങ്ങൾക്ക് അറിയാം. ये सब हम जानते हैं, परमेश्वर का अनुमति किया हुआ इच्छा या परिपूर्ण इच्छा, പക്ഷെ എങ്ങനെ ഈ പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡ് നിൽക്കാൻ പറ്റും? बल्कि हम ये परिपूर्ण इच्छा में कैसे खड़े हो सकते हैं? ഒരു കാര്യം ഞാൻ പറയാം, എങ്ങനെ നിൽക്കാൻ പറ്റുമെന്ന് ഞാൻ പറയാം. एक बात बताना चाहूंगा कैसे हो सकता है। We understand the will of God through the word of God. हम परमेश्वर के इच्छा को परमेश्वर के वचन के द्वारा समझ सकते हैं। ദൈവത്തിന്റെ വചനത്തിൽ കൂടെയാണ് നാം ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയുന്നത്. परमेश्वर के वचन के द्वारा है हम लोग परमेश्वर की इच्छा को जान सकते हैं। നിനക്ക് ദൈവഹിതം അറിയണമെന്ന് ആഗ്രഹമുണ്ടോ? अगर आप चाहते हैं परमेश्वर की इच्छा को, ഫേസ്ബുക്ക് നോക്കിയ ദൈവഹിതം കിട്ടത്തില്ല, फेसबुक देखने से परमेश्वर की इच्छा आपको नहीं मिलेगा, വാട്സ്ആപ്പ് നോക്കിയ ദൈവഹിതം കിട്ടത്തില്ല. व्हाट्सएप देखने से नहीं मिलेगा, Only through the word of God you will get the will of God. केवल परमेश्वर के वचन के द्वारा ही परमेश्वरी इच्छा को आप प्राप्त करोगे। ഹല്ലേലൂയ. हालेलुया। നമ്മുടെ പ്രശ്നം എന്താണെന്നറിയോ? हमारा दिक्कत क्या है? നമ്മൾ ദൈവഹിതത്തിന് വേണ്ടി പ്രവാചകന്മാരെ വിളിക്കുകയാണ്. हम हमारे परमेश्वर की इच्छा को जानने के लिए भविष्यद्वक्ताओं को फोन करते हैं, ദൈവത്തിന്റെ വചനത്തിൽ അന്വേഷിക്കുന്നില്ല. परमेश्वर की वचन में ढूंढ नहीं रहे हैं। ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് സഭയോട് പറയുന്നു, आज दिन में परमेश्वर की कलीसिया के साथ परमेश्वर बोल रहे നീ हैं, ദൈവത്തിന്റെ പെർഫെക്റ്റ് വില്ല് അറിയണമെങ്കിൽ अगर आप जानना चाहते हैं कि परमेश्वर की परिपूर्ण इच्छा क्या നീ है, ദൈവ വചനത്തിന്റെ ആളായിരിക്കണം. आप परमेश्वर के वचन के व्यक्ति होना चाहिए। ഞാൻ ഈ ദൂത് പറയുമ്പോൾ അഭിഷേകം എനിക്ക് സെൻസ് ചെയ്യുന്നുണ്ട്. जब मैं ये संदेश बोल रहा हूँ एक अभिषेक में अनुभव कर रहा हूँ, ദൈവത്തിന്റെ വചനത്തിലേക്ക് സഭ മടങ്ങി വരട്ടെ. परमेश्वर के वचन में कलीसिया वापस आ जाए, ആമേൻ. കുടുംബങ്ങൾ മടങ്ങി വരട്ടെ. परिवार समेत वापस आ जाए। ഓരോ വ്യക്തിയെ കുറിച്ചും हर एक व्यक्ति के बारे में ഒരു പ്രവചനമാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. एक प्रचार भविष्यवाणी है जो ഒരു मैं बोल रहा हूँ, പ്രൊഫറ്റിക്കൽ മെസ്സേജ് പറയുകയാണ്. ये एक भविष्यवाणी का संदेश है। ഓരോ വ്യക്തിയെ കുറിച്ചും हर एक व्यक्ति के बारे में ദൈവത്തിന് ഒരു കോമൺ വിൽ ഓഫ് ഗോഡ് ഉണ്ട്. परमेश्वर को एक पूरा एक साधारण इच्छा है। അഭിലാഷിനെ കുറിച്ച്, अभिलाष के बारे में, റൈസിനെ കുറിച്ച്, रेसन के बारे में, അജോയെ കുറിച്ച്, अजो के बारे में, ബെന്നിയെ കുറിച്ച്, बेन्नी के बारे में, ബിജുവിനെ കുറിച്ച്, बिजू के बारे में, ആൻസനെ കുറിച്ച്, आंसन के बारे में, ബിനോയെ കുറിച്ച് पास्टर बिनोय के बारे में ഒരു കോമൺ വിൽ ഓഫ് ഗോഡ് ഉണ്ട്. एक साधारण परमेश्वर की
इच्छा है। എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന 70 കുടുംബങ്ങളെ കുറിച്ചും ഒരു കോമൺ വിൽ ഓഫ് ഗോഡ് ഉണ്ട്. मुझे देखने वाले इस समय 70 परिवारों को के बारे में भी परमेश्वर को एक इच्छा है। എന്താണ് ആ കോമൺ വിൽ ഓഫ് ഗോഡ്? वो परमेश्वर का साधारण आम इच्छा क्या है? അതാണ് നിന്റെ സാൽവേഷനും നിന്റെ എറ്റേണിറ്റിയും. वो आपके बारे में ये है कि आपका उद्धार और आपके अनंत काल की जीवन। അതാണ് ജോൺ ചാപ്റ്റർ 3:16 പറയുന്നത്. वही है यूहन्ना रचित सुसमाचार 3:16 कहती है, ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ തക്കവണ്ണം ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. अपने इकलौता पुत्र पर जो भी विश्वास करता है वो कोई भी नाश ना हो, बल्कि वो सारे अनंत काल की जीवन प्राप्त करने के लिए परमेश्वर ने पुत्र को देते हुए दुनिया से प्यार किया। എറ്റേണിറ്റിയും സാൽവേഷനും കോമൺ വിൽ ഓഫ് ഗോഡ് ആണ്. और जो अनंत काल का जीवन है, उद्धार है, ये दोनों परमेश्वर का आम इच्छा है। ആമേൻ. ഒരു 85-90% ആളുകളും അന്വേഷിക്കുന്നത് ഈ കോമൺ വിൽ ഓഫ് ഗോഡ് ആണ്. അവർ പോകുന്നത് ഈ വഴിയിൽ കൂടെയാണ്. साधारण तौर पे 85%, 90% लोग यही परमेश्वरीय इच्छा को ढूंढ रहे हैं और इसी रास्ते चल रहे हैं। എന്നാൽ ദൈവത്തിന്റെ ആത്മാവിന് बल्कि पवित्र आत्मा അതിൽ ചിലരെ उनमें से कुछ लोगों ഈ को സാൽവേഷനും എറ്റേണിറ്റിക്കും ഇടയിലുള്ള ഈ ഗ്യാപ്പിൽ ये उद्धार के और अनंत काल के जीवन के बीच में का जो समय है, ഒരു സ്പെഷ്യൽ വിൽ ഓഫ് ഗോഡിൽ കൂടെ നടത്താൻ ആഗ്രഹിക്കുന്നു. एक खास परमेश्वरीय इच्छा के अनुसार चलाना चाहते हैं। संदल खड़ा दिया। അത് ഭയങ്കരമാണ് കേട്ടോ. वो एक असाधारण तौर पर विषय है। നിന്റെ രക്ഷിക്കപ്പെട്ട ദിവസത്തിനും നിന്റെ മരണ ദിവസത്തിനും ഇടയിൽ നീ ഒരു കോമൺ വിൽ ഓഫ് ഗോഡിൽ നടക്കുന്നവനല്ല. നീ സ്പെസിഫിക് ആയ നിനക്ക് വേണ്ടി മാത്രം ദൈവം വെട്ടി തുറന്ന വഴികളിൽ കൂടെ സഞ്ചരിക്കുന്നവനാക്കി ദൈവാത്മാവ് നിന്നെ തീർക്കാൻ ആഗ്രഹിക്കുന്നു. आपके उद्धार के और आत्मा अनंत काल के जीवन के बीच में खास परमेश्वरीय इच्छा के द्वारा आपको अगुवाई करते हुए परमेश्वर आपको उपयोग करना चाहते हैं। ചേർന്നൊരു ഹല്ലേലൂയ പറയാമോ? मिलके बोल सकते हैं हालेलुया। ലോകത്തിലെ 40 കോടി ജനങ്ങൾ, दुनिया के 40 करोड़ लोग, പെന്തക്കോസ്ത് അനുഭവമുള്ള 40 കോടി ജനമുണ്ടെന്നാ പറയുന്നത്. पेंतिकोस अनुभव से भरे हुए 40 करोड़ लोग है करके ഈ बोलते हैं। 40 കോടിയിൽ ये 40 करोड़ के अंदर 30 കോടിയിലധികം ജനങ്ങൾ 30 करोड़ से ज्यादा लोग ദൈവഹിതത്തിന്റെ NH-ൽ കൂടെ നടക്കുന്നു. परमेश्वरी इच्छा के बड़े सड़क के अंदर से, नेशनल हाईवे से गुजर रहे हैं। എന്നൊരു മൈനോറിറ്റി बल्कि उनमें से कुछ छोटे അവർക്ക് लोग വേണ്ടി വെട്ടിത്തിളച്ച ദൈവഹിതത്തിന്റെ സ്പെസിഫിക് ആയ വഴികളിൽ കൂടെ സഞ്ചരിക്കുന്നു. उनके लिए परमेश्वर ने खोला हुआ परमेश्वरीय परिपूर्ण इच्छा के वो खास रास्ते से वो गुजर रहे हैं। ഇൻ ക്രൈസ്റ്റ് ഫാമിലി നടക്കുന്നത് എല്ലാവർക്കും വെട്ടിയ വഴിയിൽ കൂടെ അല്ല. क्राइस्ट परिवार जो जा रहे हैं आगे, वो सारे लोगों के लिए खोला गया रास्ते से नहीं है। ഇൻ ക്രൈസ്റ്റ് ചർച്ചിന്റെ ദൂത് എല്ലാവർക്കും കൊടുത്ത ദൂതല്ല. इन क्राइस्ट कलीसिया का जो संदेश है वो सारे लोगों के लिए दिया गया संदेश नहीं है। ഈ തലമുറയിൽ എനിക്ക് വേണ്ടി വെട്ടിയ, ഇൻ ക്രൈസ്റ്റ് ചർച്ചിന് വേണ്ടി വെട്ടിയ വഴിയിൽ കൂടെയാണ് ദൈവം നിന്നെ നടത്താൻ ആഗ്രഹിക്കുന്നത്. ചേർന്ന ദൂതിനെ സ്വീകരിച്ച് इस पीढ़ी के अंदर इन क्राइस्ट परिवार के लिए, मेरे लिए परमेश्वर ने खोला हुआ एक रास्ते से आप लोग गुजर रहे हैं। अगर आप बोल सकते हैं तो मिलके बोले हालेलुया। പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങൾ നിന്നെ വിളിക്കുന്നു. आज इन दिनों में पवित्र आत्मा आपको पुकार रहे हैं। എല്ലാവരും നടക്കുന്ന നാഷണൽ ഹൈവേയിൽ നിന്നും ഒരു ചെറിയ വടി വെള്ളി തിരിച്ചിട്ട് പറയാണ്, നീ ഇതിലേ പോ, നീ ഇതിലേ പോ, നീ അതിലേ പോ, നീ ഇത് ചെയ്യ്. Come on church. सब लोगों के लिए आमतौर पे खोला गया NH से आपको अलग करके आपके लिए खास परमेश्वर ने खोद के निकाला हुआ कुछ अलग से रास्ते से बोलते हैं परमेश्वर तू इस तरफ जा, तू उस तरफ जा, तू इधर से होकर गुजर। परमेश्वर ऐसे कुछ लोगों को अलग कर रहे ആ हैं। വഴിയിൽ നിന്നെ തോൽപ്പിക്കാൻ പിശാചിന് പറ്റത്തില്ല. वैसे रास्ते के अंदर आपको शैतान हरा नहीं ആ सकेगा। വഴി നിനക്ക് വേണ്ടി തുറന്ന വഴിയാണ്. वो रास्ता आपके लिए परमेश्वर ने खोला हुआ रास्ता है। ചിലപ്പോൾ അതിന്റെ ഒരടി ഇപ്പുറവും ഒരടി റൈറ്റും ഒരടി ലെഫ്റ്റും ദൈവഹിതമല്ലായിരിക്കാം. अब शायद उसके 1 फुट इस तरफ, दूसरे फुट उस तरफ परमेश्वर की इच्छा नहीं होगा, പക്ഷെ നീ നിൽക്കുന്നത് ദൈവഹിതത്തിലായിരിക്കും. बल्कि जहाँ पे आप खड़े हैं वो परमेश्वरी की इच्छा है। നീ നടക്കുന്ന ചെങ്കടൽ ദൈവഹിതത്തിന്റെ വഴിയാണ്. आप जिस रास्ते से लाल समुद्र के अंदर से गुजर रहे हैं वो परमेश्वर की इच्छा നീ है। പൊളിച്ചു കയറുന്ന യോർദാൻ ദൈവഹിതത്തിന്റെ വഴിയാണ്. आप तोड़ के 2 भाग करते हुए जा रहे हैं, यर्दन नदी का जो रास्ता है वो परमेश्वर की इच्छा है। പൗലോസ് എല്ലാവരും ആസിയയിൽ നിൽക്കട്ടെ. हे पौलुस, सारे लोग आसिया में रहने നീ दो, അവിടെ നിൽക്കണ്ട. तू वहां पे ना रहे। ഞാനൊരു ലേസർ അടിച്ചു കാണിക്കാം. मैं तुझे एक लेसर का बिंदु പോ, दिखाऊंगा। മെക്കദോനിക്ക് പോ. जा मकदोनी जगह में, അവിടെ പോയി തുറക്ക്. वहां पे जाके खोल ले। യേശുവിന്റെ നാമത്തിൽ यीशु के नाम से ഈ ലോക്ക്ഡൌൺ അവസാനിക്കുമ്പോൾ लॉकडाउन
लॉकडाउन जब बंद होगा ഒരു തലമുറ എഴുന്നേറ്റ് വരും. एक पीढ़ी खड़ी हो जाएगी ദൈവഹിതത്തിന്റെ സ്പെസിഫിക് ആയ വഴിയിൽ കൂടെ നടക്കുന്ന. परमेश्वर ये इच्छा के वो परिपूर्ण जगह से ചേർന്ന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. मिलके हालेलुया बोले അല്പസമയം കരങ്ങളെ അടിച്ച് യേശുവിന് ആരാധന കൊടുക്കാം. कुछ समय ताली बजा के प्रभु को आराधना വായ്കൾ करें തുറന്ന് യേശുവിന് ആരാധന കൊടുക്കാം. मुंह खोल के प्रभु को आराधना दे യേശുവേ എന്ന് വിളിക്കാമോ? मिलके पुकार सकते हैं यीशु എന്റെ ചർച്ചിനെ കുറിച്ച് എനിക്കൊരു സ്വപ്നമുണ്ട്. मेरे कलीसिया के बारे में मुझे एक सपना है അവർ രക്ഷിക്കപ്പെട്ട നിത്യതയിൽ പോകുന്ന ജനം മാത്രമല്ല, वो केवल उद्धार पाके अनंत काल के जीवन में जाने वाले लोग नहीं അസാധാരണമായ ആത്മീക സ്ഥിരതയുള്ള असाधारण आत्मिक स्थिरता से भरे हुए ദൈവഹിതത്താൽ നിറഞ്ഞു വരുന്ന, परमेश्वरी इच्छा से भरपूर होने वाले हैं ദൈവഹിതത്താൽ നിയന്ത്രിക്കപ്പെടുന്ന, परमेश्वरी इच्छा के द्वारा नियंत्रित किए जाने वाले हैं ദൈവഹിതത്താൽ ഡ്രൈവ് ചെയ്യപ്പെടുന്ന परमेश्वरी इच्छा के द्वारा अगुवाई किए जाने वाले ഒരു തലമുറ എഴുന്നേൽക്കുകയാണ്. एक पीढ़ी खड़ी हो रही है ചേർന്ന് യേശുവേ എന്ന് വിളിക്കാമോ? मिलके पुकारे यीशु പാസ്റ്റർ ഷിബു റായ്പൂരിൽ ദൈവം നിനക്ക് അങ്ങൊരു വഴി തുറക്കാൻ പോകുന്നു. रायपुर से पास्टर शिबू जी आपको परमेश्वर ऐसा एक रास्ता खोलने जा रहे हैं ആമേൻ. കുമളിയിൽ ഇരുന്ന് കേൾക്കുന്ന ജിനു ആതിര, ദൈവം നിനക്ക് അങ്ങൊരു വഴി തുറക്കാൻ പോകുന്നു. कुमली से सुनने वाले भाई जिनू और आदिरा आप लोगों के लिए परमेश्वर ऐसा एक रास्ता खोल रहे हैं എല്ലാവരും നടത്തുന്ന വഴിയിലല്ല ദൈവത്തിന് നിന്നെ നടത്തേണ്ടത്. बच्चों आप लोग ऐसे रास्ते से ना गुजरे जिस रास्ते से दूसरों को प्रभु चला रहे हैं നിന്നെ വേറൊരു വഴിയിൽ കൂടെ നടത്തണം. परमेश्वर आपको दूसरे रास्ते से चलाना चाहते हैं ആ വഴി നിനക്ക് കാണിച്ചു തരുന്നത് वो रास्ता आपको ये दिखाता है അമ്മാച്ചനും കൊച്ചപ്പനും ഒന്നും അല്ല. आपके जो मामा जी है बड़े भाई है ये लोग नहीं है ആ വഴി തുറക്കുന്ന അമ്മായിപ്പനും അമ്മായിമ്മയും അല്ല. वो रास्ता आपके लिए आपका ससुर सास नहीं खोलते ആ हैं വഴി തുറക്കുന്നത് യാഹൂവയാണ്. वो रास्ता यहोवा खोलता है ആ വഴി നിന്റെ മുമ്പിൽ തുറന്നിട്ടിട്ട് അവൻ ചോദിക്കും, ഞാൻ തുറന്നാൽ പിന്നെ ആരടയ്ക്കും? ജീസസ്, ഞാൻ അടച്ചാൽ പിന്നെ ആർ തുറക്കും? उस रास्ते को आपके सामने खोलने के बाद परमेश्वर आपसे सवाल करता है, अगर मैं खोलूं तो कौन बंद करेगा, अगर मैं बंद करूं तो कौन खोलेगा। ആത്മാവിൽ ആരാധിച്ച് ദൂതനെ സ്വീകരിച്ചാട്ടെ. आत्मा में आराधना करके इस वचन को स्वीकार करें ദൈവഹിതത്താൽ നിറയുക, परमेश्वर की इच्छा से परिपूर्ण हो जाए ദൈവഹിതത്താൽ നിയന്ത്രിക്കപ്പെടുക. परमेश्वर की इच्छा के द्वारा नियंत्रित हो जाए ദൈവത്തിന്റെ വചനമാണ് ദൈവഹിതം അന്വേഷിക്കുന്നവന്റെ മാനുവൽ. परमेश्वर का वचन है परमेश्वर की इच्छा को ढूंढने वाला व्यक्ति का परखने वाला किताब। നിനക്ക് ദൈവത്തിന്റെ വചനത്തിൽ ദൈവത്തിന്റെ ഹിതത്തിൽ നിൽക്കണോ? आप परमेश्वर की इच्छा में रहना चाहते हैं ചർച്ചിന്റെ ബൈലോ അല്ല നിന്നെ നിയന്ത്രിക്കേണ്ടത്. आपके कलीसिया का बाइलो नियम नहीं है आपको अगुवाई करे ചർച്ച് കൗൺസിൽ അല്ല നിന്നെ നിയന്ത്രിക്കേണ്ടത്. चर्च का काउंसिल नहीं है जो आपको नियंत्रित करे ചർച്ചിന്റെ കമ്മിറ്റിയുടെ ഒപ്പീനിയൻ അല്ല നിന്നെ നടത്തേണ്ടത്. कलीसिया के कमिटी का राय नहीं है जो आपको अगुवाई करे പ്രസംഗികന്റെ വ്യൂ പോയിന്റ് അല്ല നിന്നെ നിയന്ത്രിക്കേണ്ടത്. प्रचारक के जो संदेश है वो नहीं है आपको अगुवाई करे The one and only word of God. वो परमेश्वर का केवल वचन ही है വചനത്തെ സ്നേഹിക്കുന്ന ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. वचन से प्यार करने वाला एक पीढ़ी खड़ी हो जाए എനിക്ക് പെന്തക്കോസുകാരന്റെ ബൈലെ അറിയണ്ട, मुझे पेंतिकुस लोगों का नियम नहीं जानना है പക്ഷെ എനിക്ക് ദൈവവചനത്തിന്റെ ബൈലോ അറിയണം. मुझे परमेश्वर के वचन का नियम जानना है ചേർന്ന് യേശുവേ എന്ന് വിളിക്കാമോ? मिलके बोले यीशु പരിശുദ്ധാത്മാവ് ചിലരെ തൊടുന്നുണ്ട്. पवित्र आत्मा कुछ लोगों को छू रहे हैं നിങ്ങൾ ബൈബിളിന്റെ ആളായി മാറുക. आप बाइबल का व्यक्ति बन जाएं ഹല്ലേലൂയ. आमीन। ഈ ലോക്ക്ഡൌൺ തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞൊരു ദൂതുണ്ട്. इस लॉकडाउन शुरू होते समय में मैंने ऐसा एक संदेश बोला था ഒരു കാര്യത്തിന്റെ മനുഷ്യനാവുക. एक बात का व्यक्ति बन ഇന്ന് जाए രാവിലെ ഞാൻ ഒന്നുകൂടെ ടോപ്പ് അപ്പ് ചെയ്യട്ടെ. आज इस सुबह के समय में फिर से बता रहा നീ हूँ ഒരു ബുക്കിന്റെ ആളായി മാറുക. आप एक किताब का व्यक्ति बने ഫേസ്ബുക്കിന്റെ ആളല്ല, फेसबुक का व्यक्ति नहीं സോഷ്യൽ മീഡിയയുടെ ആളല്ല, सोशल मीडिया का व्यक्ति नहीं നീ ബൈബിളിന്റെ ആളാണ്. आप बाइबल का व्यक्ति हैं എത്ര പേർ ബൈബിളിന്റെ ആളുകൾ എന്നെ കേൾക്കുന്നുണ്ട്? कितने लोग बाइबल के लोग मुझे सुन रहे हैं ചേർന്ന് വിളിച്ച് യേശുവേ എന്ന് വിളിച്ച് मिलके पुकारे यीशु ഹല്ലേലൂയ. हालेलुया വേറെ ഒന്നും നമ്മളെ അപ്ഡേറ്റ് ചെയ്യത്തില്ല. और कुछ भी नहीं है जो हमें बढ़ाते रहेगा ഇപ്പൊ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് അറിയോ? आज हमारा सबसे बड़ा परेशानी क्या है രാവിലെ പപ്പ, ഞങ്ങളുടെ വീട്ടിലെ പപ്പ രാവിലെ ടിവി ഓൺ ചെയ്യും. सुबह सुबह में हमारे घर में पापा टीवी ऑन करते हैं ഏഷ്യാനെറ്റ് വാർത്ത കേട്ട് തുടങ്ങുന്നത്. एशियानेट का जो समाचार है सुन के शुरू करते हैं അത് കഴിയുമ്പോൾ ആമേൻ പപ്പ ഇരുന്ന് കേൾക്കുന്നുണ്ട്, സൈഡിൽ ഇരുന്ന് കേൾക്കുന്നുണ്ട്. और मेरे पापा जो है साइड में बैठ के सुन रहे हैं അത് കഴിയുമ്പോൾ കൈരളി ന്യൂസ് കേൾക്കും. उसके बाद में कायरली അത് കഴിയുമ്പോൾ न्यूज सुनेंगे മാതൃഭൂമി കേൾക്കും. उसके बाद
बाद मातृभूमि का मनोरमा न्यूज़ കേൾക്കും. सुनेंगे, उसके बाद मनोरमा सुनेंगे. 24/7 COVID-19 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 മനോരമ തുറന്നാൽ COVID-19. 24 घंटा हफ्ते में 7 दिन मनोरमा या कोई भी न्यूज चैनल खोलेंगे, कोविड-19 നിന്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെട്ടു പോകും. आपका स्थिरता बंद हो जाएगा. അവിടെ ലോക്ക്ഡൌൺ, वहां पे लॉकडाउन, ഇവിടെ റെഡ് സോൺ, यहाँ पे रेड जोन 1 ലക്ഷം കവിഞ്ഞു. और 1 लाख पार कर चुके हैं. ഇന്ന് രാവിലെ കമോൺ ബൈബിളിന്റെ ആളാവുക. आज सुबह में मैं बताता हूँ, आप लोग आ जाओ, बाइबल के लोग बन जाओ. ദൈവഹിതം അന്വേഷിക്കുന്നവനാവുക. आप परमेश्वरी इच्छा को पूछने वाले लोग बन जाएं. ചേർന്ന് വിളിക്കാമോ യേശുവേ? मिलके पुकारे यीशु. ഹല്ലേലൂയ. हालेलुया. ദൈവവചനം എന്ന ആഹാരം കഴിക്കണം. परमेश्वर के वचन के नाम से उस भोजन को खाएं. കഴിഞ്ഞ ദിവസം ഞാൻ ഞങ്ങളുടെ ലീഡേഴ്സ് ഗ്രൂപ്പിൽ ചോദിച്ചു. पिछले दिन में मैंने हमारे लीडर्स ग्रुप से पूछा, ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ആഹാരം കഴിച്ചിട്ട് ആരോഗ്യത്തോടെ നിൽക്കുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? हफ्ते में एक बार खाना खा के सेहतमंद बन के रहने वाले किसी को आपने देखा है? നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? आप में से किसी ने देखा है? ഷിബുജ റായ്പൂരിൽ കണ്ടിട്ടുണ്ടോ? भाई शिबू जी, आपने रायपुर में ऐसे लोगों को देखा है? എടാ ജിനു, കുമളിൽ ആരെങ്കിലും ഉണ്ടാടാ ഈ ആഴ്ച ഒരിക്കൽ മാത്രം? ഇല്ല ഇല്ല ഇല്ല. भाई जिन्हों कुमली में ऐसे कोई लोग हैं हफ्ते में एक बार खाना खा के सेहतमंद रहने वाले? കൊല്ലത്ത് ആരെങ്കിലും ഉണ്ടോ സുനിച്ചായ? कोल्लम में ऐसे कोई लोग हैं भाई सुनी? അങ്ങനെ ആരും ഇല്ല. ऐसे कोई नहीं है. മിനിമം 3 നേരം കഴിക്കണം. कम से कम 3 टाइम खाना खाना है. ഞങ്ങളുടെ ചില സഹോദരന്മാർക്ക് 3 നേരം കഴിച്ചിട്ട് പിന്നെയും വിശപ്പാ. हमारे कुछ भाई लोग हैं 3 टाइम खाकर भी उनको भूख लगता है. 3 നേരം കഴിച്ചിട്ടാണ് ഇവിടെ ആരോഗ്യത്തോടെ നിൽക്കുന്നത് ഡെയിലി. 3 टाइम लगातार खाकर आज यहाँ पे सेहतमंद खड़े हो रहे हैं. അപ്പം ആഴ്ചയിൽ 7 3 21 മീല് കഴിക്കുന്നുണ്ട്. तो हफ्ते में 7 दिन 3 टाइम का खाना, ऐसे 21 खाना खा रहे हैं. ഞാൻ മെയിൻ കോഴ്സിന്റെ കാര്യമാണ് പറയുന്നത്. ऐसे मैं मेन कोर्स के बारे में बता പിന്നെ रहा हूँ. പരിപ്പുവട, ഉഴുന്നുവട, उसके साथ में बड़ा पाव, ये सब हम खाते हैं. ഷാർജ ഷേക്ക്, उसके साथ में शारजा शेक, ചായ, പഴംപൊരി, चाय और वो जो केले का फ्राई, ഇങ്ങനെ കിടക്കല്ലേ. ऐसे सब खा रहे അപ്പൊ हैं. എന്റെ ചോദ്യം, मेरा सवाल है, ഇവിടെ ആഴ്ചയിൽ ഒരു നേരം മാത്രം റൈസം പാസ്റ്റർ പ്രസംഗിക്കുന്ന ദൈവത്തിന്റെ വചനം കേട്ട് നിനക്കെങ്ങനെ ആരോഗ്യത്തോടെ ജീവിക്കാൻ പറ്റും? अरे रेसन पास्टर के हफ्ते में एक बार के प्रचार को सुन के आप कैसे सेहत के साथ आत्मिक जीवन में जीवन बिता सकते हैं? ഒന്നുമില്ലെങ്കിലും നമുക്ക് ദൈവത്തിന്റെ വചനം കൊടുക്കാൻ പറ്റുന്നുണ്ട്. कुछ भी ना हो, हम यहाँ पे परमेश्वर के वचन को दे पा रहे हैं. ഈ ഒരു സാധനം കൊണ്ട് നിനക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും? आप इस ऐसे एक दिन के प्रचार को सुन के कैसे आप जी सकते हैं? നിനക്ക് ഒരു ആത്മിക സ്ഥിരത വേണോ? आपको एक आत्मिक स्थिरता चाहिए. നിനക്കൊരു വ്യക്തിപരമായ ദൈവവചന പഠനം വേണം. आपको आपके जीवन में व्यक्तिगत तौर पे परमेश्वर के वचन को पढ़ने का, सीखने का अनुभव होना चाहिए. ഹല്ലേലൂയ. हालेलुया. ജീസസ്. आमेन. പഠിക്കണം. सीखना है. ദൈവത്തിന്റെ ഹിതം അന്വേഷിക്കണം. परमेश्वर की इच्छा को पूछना है. ആമേൻ. ആമേൻ. ആത്മീയമായ പട്ടിണി കിടക്കരുത്. आत्मिक तौर पे आप भूखे ना रहे. ആത്മീയമായ പട്ടിണി आत्मिक भूख നിന്റെ ആത്മിക ആരോഗ്യത്തെ നശിപ്പിക്കും. आपके आत्मिक सेहत को बर्बाद कर നീ देगा. ആത്മീയമായ അനാരോഗ്യത്തിലായാൽ ആത്മീകമായ മരണം നിന്നിൽ സംഭവിക്കും. अगर आप आत्मिक तौर पे आप कमजोर हो जाएंगे तो आपके अंदर आत्मिक मृत्यु हो जाएगा. അടുത്ത 10 മിനിറ്റ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. अगले 10 मिनट के अंदर मैं आपके लिए प्रार्थना करने जा रहा हूँ. ശ്രദ്ധിച്ചു കേൾക്കുക. ध्यान से सुनिए. ആമേൻ. ദൈവത്തിന്റെ ഹിതം അറിയുക, ഹിതത്തിൽ നിറയുക. परमेश्वर की इच्छा को जाने और उसमें रहें, उसमें भर जाएं. രണ്ടാമത്തെ പോയിന്റ്, दूसरा पॉइंट है, നീ അറിഞ്ഞത് ചെയ്യുക. जो आप जान चुके हैं उसको करें. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ നന്മയും തിന്മയും തിരിച്ചറിയുന്നത് മാത്രമല്ല. मसीही जीवन का मतलब यूं नहीं कि केवल भला और बुरा जाने, അത് മാത്രമല്ല, केवल वो नहीं है. അറിഞ്ഞ ശരികൾ നീ ചെയ്യുന്നതാണ് ക്രിസ്തീയ ജീവിതം. जो आप जान चुके हैं वैसे भले बातों को करना है मसीही जीवन. കൊലോസ് ലേഖനത്തിൽ അതാ വായിച്ചത്. कुलुसियों की पत्री में हमने वही पढ़ा था. നിങ്ങൾ ആ ഹിതത്തിന്റെ നിറവിൽ നിറഞ്ഞു വരണം. आप परमेश्वरीय इच्छा के पहचान में परिपूर्ण होते जाना നിങ്ങൾ है. സകല സൽപ്രവൃത്തിക്കും ഫലം കഴിച്ച് വളരുകയും വേണം. तुम्हारा चाल चलन प्रभु के योग्य हो और वह सब प्रकार से प्रसन्न हो. അന്ന് ഒത്തിരി പേർക്ക് അറിയാം, सब लोग बहुत लोग जानते പക്ഷെ हैं, പ്രാക്ടിക്കൽ ലൈഫിൽ അത് അപ്ലൈ ചെയ്ത് ജീവിക്കുന്നില്ല. बल्कि प्रायोगिक जीवन के अंदर उसको करते हुए आगे नहीं बढ़ रहे हैं.
ആമേൻ. आमेन। നമുക്ക് വേണ്ടത് തിയോളജി അല്ല, हमें परमेश्वर के वचन का शास्त्र नहीं चाहिए, നമുക്ക് വേണ്ടത് ലൈഫ് സ്റ്റൈലാണ്. हमें चाहिए एक जीवन शैली। ഇൻ ക്രൈസ്റ്റ് ഫാമിലിയുടെ പ്രത്യേകത ലൈഫ് സ്റ്റൈലാണ്. हमारे इन क्राइस्ट परिवार को जो चाहिए वो एक जीवन शैली है। ചേർന്ന് വിളിക്കാമോ? യേശുവേ എന്ന് വിളിക്കാമോ? मिलके पुकार सकते हैं यीशु। വചനത്തിൽ കൂടെ ലഭിക്കുന്ന ആത്മീകമായ ഉൾക്കാഴ്ചകളാണ് നിന്റെ ആത്മീക സ്ഥിരത എന്ന് പറയുന്നത്. वचन के द्वारा प्राप्त करने वाले आत्मिक जानकारी है आपके स्थिरता को बनाता है। അങ്ങനെ ഒരു ഉൾക്കാഴ്ച നിന്റെ അകത്തുണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിന്റെ ലൈഫിൽ റിഫ്ലക്ട് ചെയ്യണം. वैसा एक आत्मिक अंतरोणी जानकारी आप प्राप्त किए हैं तो वो आपके जीवन के अंदर प्रकट होनी है। നിന്റെ അകത്തത് നിന്റെ ജീവിതത്തിൽ അത് റിഫ്ലക്ട് ചെയ്യുന്നില്ലെങ്കിൽ നീ ചുമ്മാ പ്രസംഗിക്കുന്നയാൾ മാത്രമാണ്. अगर वे आपके जीवन में प्रकट नहीं हो रहा है तो आप साधारण तौर पे केवल प्रचार करने वाले व्यक्ति हैं। ലൂക്കോസിന്റെ സുവിശേഷത്തിലെ 13-ാം അധ്യായത്തിന്റെ അത്തിയെ നിങ്ങൾക്ക് അറിയത്തില്ലേ? आप ये नहीं जानते लूका रचित समाचार के 13 अध्याय का एक अंजीर का पेड़, ആ അത്തി യേശു ആ അത്തിയെ ശപിച്ചു. यीशु ने उस अंजीर के पेड़ को श्राप दिया। ഞാന് ബൈബിൾ പഠിക്കാൻ തുടങ്ങിയ സമയം മുതൽ എന്റെ ഡൗട്ടാണ്, എന്തിനാണ് ഈ അത്തിയെ ശപിച്ചത്? जब से मैं बाइबल को सीखना शुरू किया तब से मेरे अंदर एक ऐसा शक था कि प्रभु ने क्यों ये अंजीर के पेड़ को श्राप दिया। ഇന്നും എനിക്ക് ക്ലിയർ കട്ടായ മറുപടി ഇല്ല. आज भी मुझे सही तौर पे एक अच्छा जवाब नहीं है, പക്ഷെ ഓരോ കാലഘട്ടത്തിലും ഒരു കൊച്ചു വെളിപ്പാട് ദൈവനോട് പറയും. बल्कि हर एक समय में परमेश्वर एक छोटा 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 प्रकाशन परमेश्वर देते हैं। ഇന്നലെ രാത്രി എന്നോട് പറഞ്ഞത് ഞാൻ പറയാം. कल रात को परमेश्वर ने मुझे ये बोला था, ഞാൻ ചോദിച്ചു എന്തിനാ ഈ അത്തിയെ ശപിച്ചേ? मैंने पूछा कि ये अंजीर के पेड़ को शाप क्यों दिया। കർത്താവിനോട് പറഞ്ഞത് प्रभु ने मुझे बोला ഇതും ഭയങ്കര ഷോയാ, ये ഭയങ്കര ഷോയാ, ഷോ, ये सिर्फ दिखावा करता है, ഭയങ്കര സെറ്റപ്പാ. बड़ा 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 सेटअप है। വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന സ്റ്റൈൽ കണ്ടില്ലേ? वो देखो उसका शैली कैसा है कि वो अच्छा। बड़ा होके ऐसे फैल के खड़ा है, നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? हमारे सामने ऐसे बैठा है, कैसे बैठा देखो, എന്തോ സെറ്റപ്പാ. कितना सेटअप है। കർത്താവിന്റെ പ്രശ്നം ഇവൻ സെറ്റപ്പ് മാത്രമേ ഉള്ളൂ. प्रभु का प्रॉब्लम ये है कि इसका केवल सेटअप है, അവൻ ഒന്നും ചെയ്തില്ല വേറെ. उसने और कुछ नहीं किया है। അതാ പ്രശ്നം. वही परेशानी है। നമ്മുടെ പ്രശ്നം എന്താ? हमारा परेशानी क्या നമ്മൾ है? ദൈവത്തിന്റെ അടുക്കൽ വരുമ്പോ ഭയങ്കര സെറ്റപ്പാ. हम भी जब प्रभु के पास आते हैं हमारा अपना बड़ा सेटअप होता है। കർത്താവേ ഞാൻ മദ്യപിക്കുന്നില്ല, प्रभु मैं पियक्कड़ नहीं हूँ, കർത്താവേ ഞാൻ വ്യഭിചരിക്കുന്നില്ല, प्रभु मैं व्यभिचार नहीं कर ഞാൻ रहा हूँ, മോഷ്ടിക്കുന്നില്ല, मैंने चोरी नहीं किया, തൈത്ത് കൊടുക്കുന്നുണ്ട്, मैं दशवांश दे रहा हूँ, ഇതെല്ലാം ഞാൻ ഓക്കെയാണ്. मैं सब में सही हूँ। കർത്താവ് പറഞ്ഞ അതല്ല എന്റെ പ്രശ്നം. प्रभु बोलते हैं वो नहीं है तेरी दिक्कत, നീ ഒന്നും ചെയ്യുന്നില്ല. तू कुछ नहीं कर रहा है। നീ അറിഞ്ഞതിനനുസരിച്ച് ഫലം കായ്ക്കുന്നില്ല. जैसे तूने जाना है वैसा तू फल नहीं दे रहा है। കർത്താവിനോട് പറഞ്ഞത്, प्रभु ने मुझे बोला അറിഞ്ഞതിനനുസരിച്ച് നീ ഫലം കായ്ച്ചില്ലെങ്കിൽ जैसे तूने जाना है वैसा तू फल नहीं देगा तो നീ ഒരു ശപിക്കപ്പെട്ട ഗണത്തിലായി तू പോകും. एक श्रापित लोगों की गिनती में हो जाएगा। ഒത്തിരി ക്രിസ്ത്യാനികൾ ഇങ്ങനെയാണ്, वैसे बहुत सारे मसीह लोग हैं അത്തിയെ പോലെ നിൽക്കുകയാണ്. उस अंजीर के पेड़ के जैसे फले फूले खड़े हैं, പക്ഷെ കർത്താവ് പറയുന്നു बल्कि प्रभु बोल रहे हैं ഷോയേ ഉള്ളൂ, ഒന്നും കാണുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. उसका केवल दिखावा है, वो कुछ नहीं कर रहा है। ചർച്ച് സുവിശേഷം അറിയിക്കണം, कलीसिया सुसमाचार प्रचार करे, സുവിശേഷകൻ സുവിശേഷം അറിയിക്കണം, सुसमाचार प्रचारक प्रचार करें। ആമേൻ. आमेन। നമ്മുടെ അടുത്ത് കല്ലുവാതുക്കലില് हमारे पास में कलुवादकल करके गांव है, ഒരു കോളനി ഉണ്ട്. वहां पे कॉलोनी है, പാറയിൽ കോളനി എന്ന സ്ഥലത്തിന്റെ പേര്. उस कॉलोनी का नाम है पारहिल कॉलोनी। ഞങ്ങൾ ഈ ദിവസം അതിനെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. हम इन दिनों में उसके लिए प्रार्थना कर रहे हैं। പക്ഷെ ഇന്നലെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഒരു വീഡിയോ ഇട്ടു. बल्कि कल हमारे व्हाट्सएप ग्रुप में एक वीडियो आया, അവിടെ ബുദ്ധിമുട്ട് കാരണം 2 കുഞ്ഞുങ്ങളെ ഒരു അമ്മ വിൽക്കാനിട്ടിരിക്കുന്നെന്ന്. और वहां पे एक माँ उनके गरीबी के कारण उनके 2 बच्चों को बेचने के लिए रखी है। ഇൻ ക്രൈസ്റ്റ് ചർച്ച് നിങ്ങൾ ഫലം കായ്ക്കണം, इन क्राइस्ट परिवार के लोगों आप लोग फल दे, ഞാൻ ഫലം കായ്ക്കണം. मैं फल दूं। 40 ചർച്ചുണ്ട് ചാത്തന്നൂരിൽ. चातनूर में 40 कलीसिया है। യേശുവേ എന്ന് വിളിക്കാവോ? क्या आप बोल सकते हैं यीशु? ആമേൻ. അറിഞ്ഞത് ചെയ്യണം. जो आप जान चुके हैं उसको करें। ഏറ്റവും അവസാനമായി ഒരു വാക്കൂടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാം. आखिरी में मैं एक और शब्द बोल के प्रार्थना करता हूँ। അറിയുക, आप जाने, ചെയ്യുക, करें। മൂന്നാമത് ആയിത്തീരുക. तीसरा वैसा ही बन जाए, നിങ്ങൾ അത് ആയിത്തീരുക. आप वैसा बन जाए। ഏറ്റവും അവസാനമായി आखिरी में
You might become more like Christ. आप मसीह के समान ज्यादा बन जाएंगे। യേശുവിനെ അറിയുക, यीशु को जाने, യേശുവിനെ പോലെ ചെയ്യുക, यीशु के जैसे करें, യേശുവായി തീരുക, यीशु बन जाएं, അവന്റെ സ്വരൂപത്തോട് അനുരൂപമാവുക. उसके समान आप बन जाएं। ജീസസ്. ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ നിർത്തട്ടെ. मेरे शब्दों को यहाँ पे मैं समाप्त करता हूँ। എത്ര പേർക്ക് ഒരു സ്റ്റെബിലിറ്റി വേണം? आप में से कितने लोग उस स्थिरता को चाहते हैं? പരിശുദ്ധാത്മാവിന്റെ രാവിലെ വിളിക്കുന്നു. पवित्र आत्मा आज सुबह में पुकार रहे हैं। നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ अगर आप चाहते हैं ऐसे करने के लिए, എന്റെ പ്രസംഗത്തെ 3 സെന്റൻസിൽ ഞാൻ ഒതുക്കാം. मेरे प्रचार को 3 शब्दों में मैं समाप्त करता हूँ। We need to know the will of Christ. हम जानना चाहते हैं मसीह की इच्छा को। We need to do the work of Christ. हमें मसीह के काम को करना है। We need to become more like Christ. हमें मसीह के समान ज्यादा बनना है। യേശുവിനെ അറിയുക, यीशु को जानना है। യേശു ജീവിച്ച പോലെ ജീവിക്കുക, यीशु जैसे जीवित रहे वैसे जीवित रहे। യേശുവായി തീരുക. यीशु बन जाए। കണ്ണടച്ച്, आंखें बंद करेंगे, കണ്ണടച്ച്, आंखें बंद करें, കണ്ണടച്ച്. आंखें बंद करें। എന്തോ ഒരു അഭിഷേകം വ്യാപരിക്കുന്നല്ലോ, एक अभिषेक मंडरा रहा है। ഒരു ദൈവശക്തി തൊടുന്നല്ലോ. परमेश्वर का सामर्थ्य आपको छू रहा है। വായ്കൾ തുറന്ന് യേശുവേ എന്ന് വിളിക്കാമോ? मुंह खोल के बुलाएं यीशु। വായ്കൾ തുറന്ന് യേശുവേ എന്ന് വിളിക്കാമോ? मुंह खोल के बोले यीशु। ഓൺലൈനിൽ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന, ഫേസ്ബുക്ക് ലൈവിൽ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന, ऑनलाइन में, फेसबुक लाइव में हमें सुनने वाले लोग, നിങ്ങളുടെ ലൈഫിൽ ഇത് സംഭവിക്കാൻ പോകുന്നു. आपके जीवन में भी होने जा रहा है। ഭയങ്കര സ്റ്റെബിലിറ്റി നിന്റെ ലൈഫിൽ വരാൻ പോകുന്നു. आपके जीवन में एक बड़ा सा स्थिरता होने जा रहा है। നിന്റെ ജോലി നിന്റെ ആത്മീയത്തെ ബാധിക്കത്തില്ല. आपका जो काम है वो आपके आत्मिक जीवन को नहीं നിന്റെ छुएगा। കുടുംബം നിന്റെ ആത്മീയത്തെ ബാധിക്കത്തില്ല. आपके परिवार जो है आपके आत्मिक जीवन को നിന്റെ कमजोर ചർച്ച് नहीं നിന്റെ करेगा। ആത്മീയത്തെ ബാധിക്കത്തില്ല. आपके कुछ भी आपका कलीसिया आपको आपके आत्मिक जीवन को परेशान नहीं നിന്റെ करेगा। രോഗം നിന്റെ ആത്മീയത്തെ ബാധിക്കത്തില്ല. आपका दुनिया आपके आत्मिक जीवन को कमजोर नहीं करेगा। COVID-19 നിന്റെ ആത്മീയ ജീവിതത്തെ ബാധിക്കത്തില്ല. कोविड-19 आपके आत्मिक जीवन को कमजोर नहीं करेगा। കാര്യം നീ സാൽവേഷന്റെയും എറ്റേണിറ്റിയുടെയും ഇടയിൽ ദൈവത്തിന്റെ ഹിതത്തിന്റെ പരിജ്ഞാനം കൊണ്ട് ഡേ ടു ഡേ ലൈഫിൽ നിറഞ്ഞു വരുന്നവനാണ്. आपके उद्धार और आपके अनंत काल के जीवन के बीच में परमेश्वरीय इच्छा के परिपूर्णता से आप रोज भरते जा रहे हैं। നിന്റെ ഓരോ ദിവസവും ദൈവത്തിന്റെ ഹിതത്തിലാണ് നടക്കുന്നത്. आपके रोज की जिंदगी आपके परमेश्वर की इच्छा के अनुसार चल रहे എത്ര हैं। പേര് ഇന്ന് രാവിലെ ഒന്ന് സമർപ്പിക്കും? कितने लोग आज सुबह में अपने आप को समर्पित എത്ര പേർ करेंगे? നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് സമർപ്പിക്കും? कितने लोग आप परमेश्वर की इच्छा को के अनुसार अपने आप को समर्पित ഒരു പഴയ करेंगे? ഇംഗ്ലീഷ് പാട്ട് എന്റെ ഹൃദയത്തിലേക്ക് ഓർമ്മ വരുന്നു. एक पुराना अंग्रेजी गीत मेरे मन में आ रहा है। I surrender all. I surrender all to Thee, my blessed Savior. I surrender all to Jesus, all to Jesus. I surrender all to Thee, my blessed. I will ever love and trust Him in His presence. I surrender. കരങ്ങളെ ഉയർത്തി, ഇരിക്കുന്ന ഇരിപ്പിലെ കരങ്ങളെ ഉയർത്തി, बैठे जगह में हाथ उठा के गाएं। all to give my blessed Savior. I surrender all. അവനെ അറിയുക, उसे जाने, അവൻ ചെയ്തതുപോലെ ചെയ്യുക, जैसे उसने किया वैसे करें, അവനായിത്തീരുക. वह बन जाए। എന്റെ കൂടെ ചേർന്ന് പറയാമോ? क्या आप मिलके मेरे साथ बोलेंगे? അറിയുക, उसको जाने, ചെയ്യുക, उसके समान करें, ആയിത്തീരുക. उसके समान बन जाए। അറിയുക, जाने, ചെയ്യുക, करें, ആയിത്തീരുക. बन जाए। അറിയുക, जाने, ചെയ്യുക, करें, ആയിത്തീരുക. बन जाए। This is Christianity. यही है मसीही जीवन। പ്രാർത്ഥിക്കാം. प्रार्थना करेंगे। അടുത്ത ആഴ്ച ഞാൻ ഈ സീരീസ് തന്നെ കണ്ടിന്യൂ ചെയ്യും. अगले हफ्ते में इसी सीरीज को आगे बढ़ाएंगे। നമുക്ക് വചനത്താൽ വളരണം. हमें वचन में बढ़ना है। ആമേൻ. ഒരുമിച്ച് കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. मिलके आंखें बंद करेंगे और प्रार्थना करेंगे। എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. सब लोग प्रार्थना ബൈബിൾ करेंगे। തുറന്ന് പ്രാർത്ഥിക്കുമ്പോൾ मुंह खोल के प्रार्थना करते समय കർത്താവിന്റെ ദാസൻ അഭിലാഷ് പ്രാർത്ഥിക്കും. प्रभु के दास अभिलाष प्रार्थना करेंगे। प्यारे स्वर्गीय पिता, हम मिलके तेरी उपस्थिति में आते हैं। आज की इस आशीषित
माहौल के लिए, दिन के लिए धन्यवाद करते हैं प्रभु। तूने हमें वचन के द्वारा सिखाया, समझाया। हम चाहते हैं प्रभु कि हम मसीह के समान बने, मसीह को ज्यादा जाने, मसीह जैसे किए हैं वैसे करें, जैसे मसीह प्रार्थना किए, जैसे मसीह काम किए, जैसे मसीह प्रभु के लिए